പ്രൈസ് ദി ലോർഡ്. എല്ലാവരെയും വന്ദനം ചെല്ലുന്നു. ഒരിക്കൽ കൂടെ ദൈവത്തിൻ്റെ വചനവുമായി നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാൻ കർത്താവ് തന്ന അവസരത്തെ ഓർത്ത് കർത്താവിനെ വാഴ്ത്തി സ്തുതിക്കുന്നു. ഞാൻ സാഹചര്യങ്ങളുടെ മുമ്പിൽ ചിരിക്കുകയാണ്. വിശ്വാസം സാഹചര്യങ്ങളെ കണ്ടിട്ട് നിരാശപ്പെടുന്നതല്ല വിശ്വാസം. വിശ്വാസം സാഹചര്യങ്ങളുടെ മുമ്പിൽ പുഞ്ചിരിക്കുന്നതാണ്. ആമേൻ. എല്ലാ നന്മകൾക്കായും കർത്താവിനെ വാഴ്ത്തി സ്തുതിക്കുന്നു. നമ്മൾ ചിന്തിച്ചു വന്ന വേദഭാഗത്തേക്ക് നിമിഷം പോലും കളയാതെ നമ്മൾ പ്രവേശിക്കുന്നു. വേദപുസ്തകം കൊണ്ടുവന്നവർ ദയവായിട്ട് എടുക്കുക. 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള ചില വാക്യങ്ങൾ 4-ാം വാക്യം വരെ വായിക്കണമേ. കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞുപോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ഞങ്ങളുടെ ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്ന് അറിയുന്നു. ഈ കൂടാരത്തിൽ ഞരങ്ങിക്കൊണ്ട് ഞങ്ങൾ നഗ്നരായിട്ടല്ല ഉടുപ്പുള്ളവരായിരിക്കുന്നു എങ്കിൽ സ്വർഗീയനായ ഞങ്ങളുടെ പാർപ്പിടം അതിനു മീതെ ധരിക്കുവാൻ വാഞ്ചിക്കുന്നു. ഉരിയുവാനല്ല, മർത്യമായത് ജീവനാൽ നീങ്ങിപ്പോകേണ്ടതിന് മീതെ ഉടുക്കുവാൻ ഇച്ഛിക്കുകയാൽ ഞങ്ങൾ ഈ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം ഭാരപ്പെട്ട് ഞരങ്ങുന്നു. ഞങ്ങൾ ഈ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം ഭാരപ്പെട്ട് ഞരങ്ങുന്നു. മതി, ഞാൻ ആവശ്യമുള്ളപ്പോൾ വായിക്കാനായിട്ട് ആവശ്യപ്പെടും. നമ്മുടെ കഴിഞ്ഞ 3 ആഴ്ചയായിട്ട് ഈ സബ്ജക്റ്റിന്റെ ആരംഭം മുതൽ ധ്യാനിച്ചു വരികയാണ്. വളരെ വിശേഷമേറിയ ധാരാളം ദൈവീകാലോചനകൾ നിറഞ്ഞ കുറച്ച് വേദഭാഗങ്ങളാണ് 2 കൊരിന്ത്യർ ലേഖനം 5-ാമത്തെ അധ്യായം മുതലുള്ളത്. പ്രത്യേകിച്ച് വിശുദ്ധന്മാർ അറിയേണ്ട, അവരുടെ വിശ്വാസത്തിന് അടിത്തറയായി അടിസ്ഥാനപരമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ധാരാളം വസ്തുതകൾ ഉള്ള ഒരു ഭാഗമാണ് ഈ ലേഖനം. ഇതിൻ്റെ എഴുത്തുകാരൻ അപ്പോസ്തലനായ പൗലോസ് പരിശുദ്ധാത്മാവിൽ എഴുതി, ഇത് ദൈവനിശ്വാസ്യമായി എഴുതി എന്നതിൻ്റെ തെളിവാണ് ഇതിനകത്തെ ആഴവും നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് മനസ്സിലാക്കാൻ പറ്റാത്ത നിലയിലുള്ള ക്രമീകരണങ്ങൾ. ചില പദങ്ങളൊക്കെയും വളരെ അധികം ദുർവ്യാഖ്യാനം ചെയ്യുന്ന ഒരു കാലത്ത് വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ മഹത്വത്തെയും അത് എഴുതിയ പരിശുദ്ധാത്മാവിനോട് നീതി പുലർത്തി ദൈവസഭയെ ഓർമ്മിപ്പിക്കുന്നത് ദൈവം നൽകിയ വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. സ്തോത്രം. ആ പ്രിവിലേജിൽ ഞാൻ ഏറ്റവും കൂടുതൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതിൽ മാത്രം ഞാൻ പ്രശംസിക്കുന്നു. കർത്താവ് ഏൽപ്പിച്ചതിനാൽ ഞാൻ ദൈവത്തെ വാഴ്ത്തി സ്തുതിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ വന്നത് ഇങ്ങനെ ഒരു 2-3 മിനിറ്റ് കൊണ്ട് പറയാം. കൂടാരമായ നമ്മുടെ ഭൗമഭവനം അഴിഞ്ഞുപോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം നമുക്ക് സ്വർഗത്തിലുണ്ട് എന്ന് നാം അറിയുന്നു. ഇതിനെക്കുറിച്ചുള്ള വ്യാഖ്യാനം ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല. എല്ലാ ക്രൈസ്തവ സമൂഹം പൊതുവെ 99% ആളുകളും പഠിപ്പിക്കുന്നത് നമ്മൾ ഈ ഭൂമി വിട്ടു പോയി കഴിയുമ്പോൾ നമുക്ക് സ്വർഗത്തിൽ ഒരു വീടുണ്ടെന്ന് വിശ്വസിക്കുന്നു. രണ്ടാമത് വേറൊരു കൂട്ടർ വിശ്വസിക്കുന്നത് കൂടാരമായ ഭൗമഭവനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ശരീരമാണ്. ഈ ശരീരം പോയി കഴിഞ്ഞാൽ നമുക്ക് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ വേറൊരു ശരീരം കിട്ടുമെന്നും അല്ല പറയുന്നത്. ഈ ശരീരം തന്നെ വീണ്ടും മണ്ണിൽ നിന്ന് എഴുന്നേറ്റ് വരുമെന്നും സ്വർഗത്തിലേക്ക് പോയി വാസം ചെയ്യുമെന്നൊക്കെയുള്ള ധാരാളം പഠിപ്പീരുകളുണ്ട്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ വേദപുസ്തകത്തെ സംബന്ധിച്ച ഒരു പൊതുവായ ധാരണ, ഒരു ഫുൾ റെവലേഷൻസ് നമുക്ക് ലഭിക്കാത്തിടത്തോളം കാലം നമ്മൾ വചനത്തെ എടുത്തിട്ട് ചെറി പിക്ക് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള നിലയിൽ അവിടെ കൊടുത്തിരിക്കുന്ന ചില ആശയങ്ങളെ പ്രചരിപ്പിക്കുക എന്നതും ഒരു പതിവായിട്ട് ക്രൈസ്തവ ലോകത്തുണ്ട്. ഇവിടെ കുറെ പദങ്ങളുണ്ടെന്ന്. കൂടാരമായ നമ്മുടെ ഭൗമഭവനം എന്താണെന്ന് ഞാനത് പറഞ്ഞു. കഴിഞ്ഞ ആദ്യത്തെ സെക്ഷനിൽ ഞാൻ ഓർമ്മിപ്പിച്ചു. എന്താണ് കൂടാരമായ ഭവനം? അത് ദൈവത്തിന്റെ സഭയാണ്. ദൈവത്തിന്റെ സഭ എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഭവനമാണ്. ദൈവത്തിന്റെ ഭവനം എന്ന് പറയുന്നത് സ്വർഗീയ സിയോനാണ്. സ്വർഗീയ സിയോൻ എന്ന് പറയുന്നത് ദൈവത്തിന്റെ പർവ്വതമാണ്. ദൈവത്തിന്റെ പർവ്വതം എന്ന് പറയുന്നത് ദൈവത്തിന്റെ രാജ്യമാണ്. ദൈവത്തിന്റെ രാജ്യം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ആലയമാണ്, ദൈവത്തിന്റെ സഭയാണ്. ദൈവത്തിന്റെ സഭ എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ ശരീരമാണ്. എല്ലാ വാക്യങ്ങളെയും കൂട്ടി പഠിപ്പിച്ചു. സോ കൂടാരമായ ഭൗമഭവനം എന്ന് പറഞ്ഞാൽ അവിടെ എഴുതിയിരിക്കുന്നത് കൂടാരമായ ഭൗമഭവനം ഉയർത്തെഴുന്നേറ്റാൽ എന്നല്ല. കൂടാരമായ ഭൗമഭവനം അഴിഞ്ഞുപോയാൽ എന്ന് മലയാളത്തിൽ എഴുതിയേക്കുമ്പോൾ അഴിഞ്ഞെന്തോ പോകുന്ന പോലെ തോന്നും. ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത് ഡിസ്ട്രോയിഡ്, നശിച്ചു പോയാൽ, ഇല്ലാതായി പോയാൽ, കൈപ്പണിയല്ലാത്തൊരു നിത്യഭവനം ഞങ്ങൾക്ക് എവിടെയുണ്ട്? സ്വർഗത്തിലുണ്ട് എന്നറിയും. നമ്മൾ മനുഷ്യ തമ്പുരാനെതിരെയുള്ള
അതിശക്തമായ ഒരു ദൂഷണവും ആരോപണവും യേശു ക്രിസ്തുവിന്റെ വിസ്താര വേളയിൽ മർക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 58-ാമത്തെ വാക്യത്തിൽ കാണാം. നമുക്കതൊന്ന് വായിക്കണം. അവിടെ മിശിഹ ഉപയോഗിച്ചിരിക്കുന്ന ഒരു പദം. മർക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 58-ാം വാക്യം. ഞാൻ കൈപ്പണിയായ ഈ മന്ദിരം പൊളിച്ചു 3 ദിവസം കൊണ്ട് കൈപ്പണിയല്ലാത്ത മറ്റൊന്ന് പണിയുമെന്ന് ഇവൻ പറഞ്ഞത് ഞങ്ങൾ കേട്ടു എന്ന് കള്ളസാക്ഷ്യം പറഞ്ഞു. ഇത് സംസാരിച്ചത് ഇതിനെക്കുറിച്ച് വേറൊരു ഭാഗത്ത് പറഞ്ഞത് യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ നമുക്ക് എടുക്കണം. നമുക്കറിയാം, വിഷയ ദേവാലയത്തിൽ ചെല്ലുന്നു, അതിനെ ശുദ്ധീകരിക്കുന്നു. ശുദ്ധീകരിച്ച ശേഷം അവിടെ എന്തുകൊണ്ടാണ് ശുദ്ധീകരിച്ചത്? ചാട്ടവാർ എടുത്ത്, ചാട്ടവാർ എന്ന അല്ല, നമ്മളത് ഓൾറെഡി പഠിപ്പിച്ചിട്ടുള്ളത് ചാട്ടവാറല്ല, അവിടെ മൃഗങ്ങളൊക്കെ തിന്ന കുറെ ശാഖകൾ, ചെറിയ കച്ചി പോലുള്ള ശാഖകൾ എടുത്തതിനെ വിരട്ടി ഓടിച്ചു. നമ്മളതിനെ വലിയ ചാട്ടവാറാക്കി. കാരണം നമുക്ക് ആളുകൾക്ക് 2 കൊടുക്കുന്നത് കാണാൻ ഭയങ്കര സന്തോഷമായതുകൊണ്ട് അതിനെ ചാട്ടവാറാക്കിയത. യഥാർത്ഥത്തിൽ അതിനകത്തൊരു വലിയ തൂത്തുണ്ട്. God is cleansing his church with the small sticks. ചെറിയ കച്ചി കൊണ്ട്, ചെറിയ ചുള്ളിക്കമ്പുകൾ കൊണ്ട് കർത്താവ് തന്റെ സഭയെ ശുദ്ധി വരുത്തുന്നു. ഇതൊരു ദൈവത്തിന്റെ ഒരു മെസ്സേജാണ്. അവിടെ വെച്ച് കർത്താവ് പറഞ്ഞു, ഈ മന്ദിരം പൊളിപ്പിൽ ഞാൻ 3 ദിവസം കൊണ്ടത് പണിയാമെന്ന് പറയുന്നു. അത് തന്റെ ശരീരമാകുന്ന മന്ദിരത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു എന്ന് വേദപുസ്തകം പറയുന്നു. പക്ഷെ മിശിഹാ തമ്പുരാനെ എതിരെ ആരോപണം വരുമ്പോൾ അവർ പറഞ്ഞൊരു പദമുണ്ട്, കൈപ്പണിയായ ഈ മന്ദിരം പൊളിപ്പിൽ ഞാൻ 3 നാൾ കൊണ്ട് കൈപ്പണി അല്ലാത്ത ഒരു മന്ദിരം പണി. അപ്പൊ വേദപുസ്തകത്തെ എപ്പോഴും നമ്മൾ പഠിപ്പിക്കുമ്പോൾ വേദപുസ്തകത്തെ വേദപുസ്തകം കൊണ്ടാണ് വ്യാഖ്യാനിക്കേണ്ടത്. വേദപുസ്തകം വ്യാഖ്യാനിക്കുമ്പോൾ കൈപ്പണി അല്ലാത്ത മന്ദിരം എന്ന് എഴുതിയിരിക്കുന്നത് എന്തിനെ കുറിച്ചാണ്? യേശു ക്രിസ്തുവിന്റെ ശരീരം എന്ന മന്ദിരത്തെ കുറിച്ച്. അപ്പോൾ കൂടാരമായ നമ്മുടെ ഭൗമഭവനം അഴിഞ്ഞുപോയാൽ കൈപ്പണിയല്ലാത്ത ഒരു നിത്യഭവനം നമുക്ക് സ്വർഗത്തിലുണ്ട് എന്ന് പറയുന്നത് മറ്റൊന്നിനെ കുറിച്ചല്ല, അത് മിശിഹായുടെ തിരുശരീരത്തെ കുറിച്ചാണ്. ഓക്കെ, അതുകൊണ്ട് ശരീരം എന്നതുകൊണ്ട് നമ്മൾ എപ്പോഴും ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. ശരീരത്തിന്റെ വീണ്ടെടുപ്പ് എന്നൊരു വാക്യം ബൈബിളിലൂടെ വായിച്ചിട്ടില്ല. ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വം പ്രാപിക്കാൻ ഞങ്ങൾ ഞരങ്ങുന്നു. ഇവിടെ കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചു, ഞങ്ങൾ ഈ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ഞരങ്ങുകയാണ്. ഞരങ്ങുക എന്ന് പറഞ്ഞാൽ ഗ്രോണിങ് ഇൻ ദിസ് ബോഡി. ഞങ്ങൾ ഈ ബോഡിക്കകത്ത് നിന്ന് ഗ്രോൺ ചെയ്യുകയാണ്. നമ്മളതുകൊണ്ടാണ് പുതിയ നിയമം വായിക്കുമ്പോൾ ഒരുപാട് സ്ഥലത്ത് അപ്പോസ്തലനായ പൗലോസ് ലേഖനങ്ങൾ എഴുതുമ്പോൾ കൃത്യമായ നിലയിൽ അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു വാചകമുണ്ട്. പറയുന്ന വാക്കിങ്ങനെയാണ്, നാം അനേക കഷ്ടങ്ങളിലൂടെ സ്വർഗരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു. കഷ്ടത അനുഭവിക്കാൻ ദൈവം നമുക്ക് വരം തന്നിരിക്കുന്നു. ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലും ലജ്ജിച്ചു പോകരുത്. അനേക കഷ്ടങ്ങളിലൂടെ നാം അവകാശങ്ങളെ പ്രാപിക്കാൻ പോകുന്നു. നൊടി നേരത്തേക്കുള്ള നമ്മുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായ ദൈവ തേജസ്സിന്റെ നിത്യതരം ലഭിക്കാൻ അതിന് ഹേതുവാകുന്നു. സോ ഇങ്ങനെ പുതിയ നിയമത്തിൽ ഒരുപാട് സ്ഥലത്ത് കഷ്ടതയുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ അദ്ദേഹത്തെ പുതിയ നിയമത്തിൽ ഇന്ന് കൊണ്ടുവന്നിട്ട് അത് നമ്മൾ എന്തുമായിട്ട് കമ്പയർ ചെയ്യുന്നു? ഒരാൾക്ക് രോഗം വന്നാൽ, ഒരാൾക്ക് കടബാധ്യത വന്നാൽ, ഒരാളുടെ സാമ്പത്തികം മാറിയാൽ, നമ്മൾ അതിനെ എന്ത് ചെയ്യുക? സാമ്പത്തിക പ്രശ്നം വരുമ്പോൾ ഉടനെ നമ്മൾ പറയും പേടിക്കേണ്ട, നൊടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടം എന്ന് പറയില്ലേ? ആശ്വാസം കിട്ടും, ഇല്ലെന്നല്ല. പക്ഷെ വേദോസം ഉദ്ദേശിച്ച ആശ്വാസം അങ്ങനെയല്ല. പുതിയ നിയമത്തിൽ വരുമ്പോൾ നമ്മൾ ന്യൂ ടെസ്റ്റ്മെന്റ് ചർച്ചിലേക്ക് വരുമ്പോൾ, ന്യൂ കവനന്റിലേക്ക് വരുമ്പോൾ വചനം ഇങ്ങനെ പറഞ്ഞു, അവൻ തന്നെ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ തുടച്ചു കളയും. ആമേൻ. പിന്നെ ഇവിടെ മരണമില്ല, ദുഃഖമില്ല, മുറവിളിയില്ല, എന്തില്ല. അവിടെ പഴയതെല്ലാം കഴിഞ്ഞുപോയി, ഇതാ സകലതും പുതുതായി തീർന്നിരിക്കുന്നു. അർത്ഥം ഇങ്ങനെയാണ്, ന്യൂ ടെസ്റ്റമെന്റ് വരുമ്പോൾ, ന്യൂ കവനിൽ എത്തിക്കഴിയുമ്പോൾ നമുക്ക് പുറത്തു നിന്നല്ല ഒരു സഹായം വരാൻ പോകുന്നത്. നമ്മുടെ ആശ്വാസം, നമ്മുടെ ആനന്ദം, നമ്മുടെ ഉറപ്പ്, നമ്മുടെ പ്രബോധനം, നമ്മളെ ബലപ്പെടുത്തുന്നത് നമ്മുടെ ഉള്ളിൽ വന്നു വസിക്കുന്ന കർത്താവാണ്. ആമേൻ. എന്റെ ശിഷ്യന്മാരോട് പറഞ്ഞൊരു വാചകമുണ്ട് സമാപന മെസ്സേജിൽ, ഞാനോ ലോകത്തിന്റെ അവസാനത്തോളം, മലയാളത്തിൽ പറയുന്നത് കാലത്തിന്റെ അവസാനത്തോളം നിങ്ങളോട് കൂടെയുണ്ട്. ഏത് കാലം അവസാനിക്കുന്നത് വരെ? ന്യായപ്രമാണത്തിന്റെ കാലം അവസാനിക്കുന്ന നാൾ വരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. അപ്പൊ അടുത്തൊരു ചോദ്യം, ന്യായപ്രമാണത്തിന്റെ കാലം അവസാനിച്ചു കഴിഞ്ഞാലോ? പിന്നെ ഞാൻ നിങ്ങളുടെ കൂടെയല്ല കാണുന്നത്, ഞാനും നിങ്ങളും ഒന്നായി മാറും, ഞാൻ നിങ്ങളിൽ വാസം ചെയ്യും.
പ്രൈസ് ലോർഡ്. യേശു നമ്മുടെ കൂടെ ഇരിക്കുന്നതിനേക്കാൾ എത്രയോ മഹത്വമുള്ളതാണ് യേശു നമ്മുടെ ഉള്ളിൽ ഉണ്ട് എന്ന വെളിപ്പാട്. അവന്റെ മന്ദിരമാണ് നാം എന്നറിയുന്ന വെളിപ്പാട്. ആ മന്ദിരമാണെന്ന വെളിപ്പാടാണ് നമ്മുടെ സൗഖ്യത്തെ കൊണ്ടുവരുന്നത്. നാം അവന്റെ മന്ദിരമാണെന്ന വെളിപ്പാടാണ് നമ്മെ ജയത്തെ കൊണ്ടുവരുന്നത്. ആ വെളിപ്പാടാണ് നമ്മുടെ കാലുകളെ മുൻപോട്ട് ജയത്തോടെ നടത്തുന്നത്. നാം നിരാശപ്പെടാതിരിക്കുന്നത് നമ്മുടെ മുമ്പിലെ സാഹചര്യങ്ങളെല്ലാം കറക്റ്റ് ആയതുകൊണ്ടല്ല, നമ്മുടെ സാമ്പത്തിക നില ഭദ്രമായതുകൊണ്ടല്ല, നമുക്ക് വേണ്ടി എല്ലാ വഴികളും തുറന്നു കിടക്കുന്നത് കൊണ്ടല്ല. 24 മണിക്കൂറും ഒരു ദൈവത്തിന്റെ പൈതലിനെ എപ്പോഴും സന്തോഷിപ്പാൻ കാരണമായത് ഒറ്റ കാര്യമേ ഉള്ളൂ. മഹാദൈവം തന്റെ വാസസ്ഥലമാക്കി നമ്മെ മാറ്റി അവൻ നമ്മോടൊപ്പം വസിക്കുന്നു. മാത്രമല്ല, പിതാവും പുത്രനും പരിശുദ്ധ റൂഹായും ഒരുമിച്ച് വന്ന് അവൻ നമ്മോടുകൂടെ വാസം ചെയ്യുന്നു. ഹല്ലേലൂയ. നാം അവന്റെ മന്ദിരമായി മാറി, അവനും നാം ചേരുന്ന മന്ദിരമായി ദൈവത്തിന് വേണ്ടി നിൽക്കുന്നു എന്ന യാഥാർത്ഥ്യം. അപ്പൊ കൂടാരമായ ബഹുഭവനത്തിൽ ഇവർ ഞരങ്ങുന്നു എന്ന് കാണുന്നു. ഇവർക്ക് ഞരക്കമുണ്ട്, പ്രതിസന്ധികളുണ്ട്, കഷ്ടതയുണ്ട്. തെസ്സലോനിക്ക ലേഖനം വായിക്കുമ്പോൾ അവർ മരണത്തിലൂടെ കടന്നു പോകുന്നു, ക്രൂരമായ പീഡനങ്ങളിലൂടെ കടന്നു പോകുന്നു. അവരോടൊക്കെ പറയുക, നിങ്ങളുടെ വിശ്വാസത്തെ തള്ളിക്കളയരുത്. എബ്രായർക്ക് ലേഖനം എഴുതുമ്പോൾ പറഞ്ഞു, അതിമഹത്തായ പ്രതിഫലമുള്ള നിങ്ങളുടെ വിശ്വാസത്തെ തള്ളിക്കളയാൻ പാടില്ല. വരുവാനുള്ളവൻ വേഗം വരും, താമസിക്കത്തില്ലെന്ന് പറഞ്ഞ് വിശ്വാസത്താൽ നീതിമാൻ ജീവിക്കുമെന്ന് പറഞ്ഞവരെ പ്രബോധിപ്പിക്കുകയാണ്. സോ നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം, നമ്മൾ ഇന്ന് നിൽക്കുന്ന കാലഘട്ടമല്ല അപ്പോസ്തലന്മാരുടെ കാലഘട്ടം, യേശുവിന്റെ കാലഘട്ടം. നാം ഇന്ന് നിൽക്കുന്ന കാലഘട്ടമല്ല കാലഘട്ടം, മറിച്ച് ആ കാലഘട്ടത്തെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇറ്റ്സ് എ ട്രാൻസിഷൻ പീരീഡ്. ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഞാൻ ഇന്ന് കൂടാരമായ കൈപ്പണിയല്ലാത്ത നിത്യഭവനം എന്നതിനെ ഒന്ന് ദൈവസന്നിധിയിൽ വിശദീകരിക്കാൻ ആഗ്രഹിക്കുക. ഞാൻ കുറെ പ്രാർത്ഥിച്ചു, ഒരുപാട് ഒരുങ്ങി, ഒത്തിരി ധ്യാനിച്ചു. പക്ഷെ ഇതെങ്ങനെ പറഞ്ഞു തരുമെന്ന് എനിക്കൊരു പിടിയില്ല. ഇത് കർത്താവ് തന്നെ പറഞ്ഞേ പറ്റത്തുള്ളൂ. ലെറ്റ് ഗോഡ് സ്പീക്ക് ടു അസ്. ഒരു വാക്യം നമ്മൾ മുമ്പ് വായിച്ചാണെന്ന് ഒന്ന് വായിക്കണം. ആരെങ്കിലും ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ 9-ാം അധ്യായത്തിന്റെ 31-ാമത്തെ വാക്യം ഒന്ന് വായിക്കണം. ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ 9-ാം അധ്യായത്തിന്റെ 31-ാം വാക്യം. അവർ തേജസ്സിൽ പ്രത്യക്ഷരായി. മോശയും എലിയാവും തേജസ്സിൽ മറുരൂപമലയിൽ പ്രത്യക്ഷരായി. അവൻ യെരൂശലേമിൽ പ്രാപിക്കുവാനുള്ള നിര്യാണത്തെ കുറിച്ച് സംസാരിച്ചു. അവൻ യെരൂശലേമിൽ പ്രാപിപ്പാനുള്ള നിര്യാണത്തെ കുറിച്ച് സംസാരിക്കും. വളരെ ശാന്തമായിട്ട് ഇച്ചിരി സ്പീഡ് കുറച്ച് മനസ്സിലാക്കി പറഞ്ഞു പോകാം. മലയാളത്തിൽ എഴുതിയിരിക്കുന്നത് നിര്യാണത്തെ കുറിച്ച് സംസാരിച്ചു. ഇംഗ്ലീഷ് ഭാഷയിൽ എഴുതിയിരിക്കുന്നത് അവന് യെരൂശലേമിൽ സംഭവിക്കാനുള്ള ഡിസീസിനെ കുറിച്ച് സംസാരിച്ചു. ഡിസീസ് എന്ന് എഴുതിയിരിക്കുന്നത്. എന്നാൽ അതിന് ഗ്രീക്കിൽ കൊടുത്തിരിക്കുന്ന പദം യെരൂശലേമിൽ നിന്ന് ആരംഭിക്കുവാനിരിക്കുന്ന അല്ലെങ്കിൽ പ്രാപിപ്പാനിരിക്കുന്ന പുറപ്പാടിനെ കുറിച്ച് സംസാരിച്ചു. ആമേൻ. മനസ്സിലാവുന്നു? അതായത് യേശു ക്രിസ്തുവിന്റെ നിര്യാണം, വെരി വെരി ഇമ്പോർട്ടന്റ്, ക്രൂഷ്യൽ ആയിട്ടുള്ള ചില സബ്ജക്ട് പറയുന്നത് യേശു ക്രിസ്തുവിന്റെ നിര്യാണം തെറ്റല്ല, അവർ പ്രസംഗിച്ച തെറ്റല്ല. മത്തായിയുടെ സുവിശേഷത്തിൽ വായിക്കുന്നു, നിര്യാണത്തെ കുറിച്ച് സംസാരിച്ചു. ഞാൻ എപ്പോഴും പറയാറുണ്ട്, മോശയും ഏലിയാവും ഈ നിര്യാണത്തെ കുറിച്ചുള്ള വെളിപ്പാട് എവിടെ നിന്ന് പ്രാപിച്ചെന്നറിയാമോ? മോശയും ഏലിയാവും ഇത് പ്രാപിച്ചത് പാറയുടെ പിളർപ്പിൽ. ആ പിളർപ്പിലിരുന്ന് അവരുടെ മുൻപിലുള്ള തേജസ്. ഒരിക്കൽ ദൈവം മോശയോട് പറഞ്ഞു, ഞാൻ നിന്നോട് കരുണയുള്ളവനാണ്, എനിക്ക് നിന്നെ ഇഷ്ടമാണ്, ഞാൻ നിന്റെ കൃപയുള്ളവനാണ്. ഉടനെ മോശ ദൈവത്തോട് പറഞ്ഞൊരു വാചകമുണ്ട്. ഞാൻ ഒത്തിരി വിശദീകരിക്കാതെ പെട്ടെന്ന് ഷോർട്ടായിട്ട് പറയാം. മോശ ദൈവത്തോട് പറഞ്ഞൊരു വാചകമുണ്ട്, അങ്ങനെ ഒരു കാര്യം ചെയ്യും, എനിക്ക് നിന്റെ മുഖം ഒന്ന് I want to see your face. നിന്റെ മുഖത്തെ എന്നെ ഒന്ന് കാണിച്ചു തന്നെ. ദൈവനോട് പറഞ്ഞു, എന്റെ മുഖം കാണുന്നവൻ ആരും ജീവിച്ചിരിക്കത്തില്ല. ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ പോകുന്നില്ല, ചത്തുപോകുന്ന അർത്ഥത്തിലല്ല, വേറൊരു ആശയത്തിൽ അത് പറഞ്ഞത്. എന്റെ മുഖം കാണുന്നവർക്ക്, എന്റെ അർത്ഥം, എന്റെ മുഖം കാണുമ്പോൾ നീ പിന്നെ മനുഷ്യനായിരിക്കത്തില്ലെന്ന് അതിന്റെ റിയൽ ഇങ്ങനെ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. കാരണം വിശുദ്ധാന്തർ മന്ദിരത്തിലേക്ക് കയറി പോകുന്ന മഹാപുരോഹിതനെ കുറിച്ച് ലേവ്യ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്, അവനോട് കൂടെ ഒരു മനുഷ്യനും ഉണ്ടാകരുത്. മലയാളത്തിൽ അങ്ങനെയാണ്, പക്ഷെ അതിന് കൊടുത്തിരിക്കുന്ന ഒരു എബ്രായിക്, ഒരു ഏൻഷ്യന്റ് കാലണ്ടർ ഇങ്ങനെയാണ്. ഒരു വിശുദ്ധാന്തര മന്ദിരത്തിനകത്തേക്ക് പോകുമ്പോൾ പിന്നെ അവൻ മനുഷ്യനല്ലാതെയാകുകയാണ്. മനുഷ്യനല്ലാതെയാകുകയാണ്. കാരണം ദൈവത്തിന്റെ സന്നിധിയിൽ മുഖാമുഖം നിൽക്കുമ്പോൾ പിന്നെ നീ മനുഷ്യനല്ല, നീ ദൈവപുരുഷനായി നിൽക്കുകയാണ്, ദൈവത്തിന്റെ മകനായി നിൽക്കുകയാണ്. നിന്റെ മാനുഷികമായ എലമെന്റ്സ് അവസാനിച്ചിട്ട് നീ ആരായി മാറും? ദൈവത്തിന്റെ മകനായി മാറുകയായി. You became like God. അതുകൊണ്ടാണ് മഹാപുരോഹിതൻ വിശുദ്ധ മന്ദിരത്തിലേക്ക് പോകുമ്പോൾ അവന്റെ വസ്ത്രത്തിന് അവന്റെ മുകളിൽ നെറ്റിയിൽ ഇങ്ങനെ എഴുതിക്കും, യൂത്ത് ഹേ വാവ് ഹേ, യൂത്ത് ഹേ വാവ് ഹേ. നെറ്റിയിൽ എഴുതി വെച്ചേക്ക, യഹോവയ്ക്ക് വിശുദ്ധം. അപ്പൊ മഹാപുരോഹിതൻ ഇറങ്ങി വരുമ്പോൾ അവന്റെ നെറ്റി നോക്കി വായിച്ചാൽ എന്താ മനസ്സിലാവുന്നത്? ആര് വരുന്നെന്നാ?
ആണ്ടിൽ ഒരിക്കൽ മാത്രമേ പ്രവേശിക്കത്തുള്ളൂ. ഇസ്രായേൽ ജനം ആകെപ്പാടെ ഒറ്റ പ്രാവശ്യമേ യഹോവ എന്ന പദം പറയത്തുള്ളൂ. അത് പുരോഹിതനാണ് അകത്ത് മുറിയിൽ വെച്ച് യാഹ്വേ ഒരൊറ്റ പ്രാവശ്യം ഉച്ചരിക്കത്തുള്ളൂ. ഞാൻ ആ ഭാഗം വിടുക. എന്റെ മുഖം കാണുന്നത് ജീവിച്ചിരിക്കത്തില്ല. തമ്പുരാൻ പറഞ്ഞൊരു കാര്യം, ഇവിടെ എന്റെ അടുത്ത് ഒരു പിളർപ്പുണ്ട്. പാറയുടെ പിളപ്പിലേക്ക് അവനെ കൊണ്ടു നിർത്തി. തമ്പുരാൻ കടന്നു പോകുമ്പോൾ വിശുദ്ധ ബൈബിൾ ഇങ്ങനെ പറയുന്നു, അവന്റെ കൈ കൊണ്ട് മുഖം മറച്ചു. പോകുമ്പോൾ അവൻ ദൈവത്തിന്റെ പിറകുവശം കണ്ടു. പിറകുവശം എന്നതിന് കൊടുത്തിരിക്കുന്ന ഹീബ്രു പദത്തിന്റെ അർത്ഥം ദൈവത്തിന്റെ വരുംകാലം കണ്ടു. ബാക്ക് പാർട്ട് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ മുതുക് കണ്ടെന്നല്ല, ദൈവത്തിന്റെ ഫ്യൂച്ചർ, അതായത് ദൈവത്തിന്റെ ഭാവി പദ്ധതി കണ്ടു. He saw the future of God. ദൈവം എന്തായി മാറാൻ പോകുന്നു, ദൈവം എന്ത് പ്രവർത്തിക്കാൻ പോകുന്നു, ദൈവം എന്ത് ചെയ്യാൻ പോകുന്നു, ദൈവത്തിന്റെ അനാദി പദ്ധതിയിൽ വരും കാലത്ത് ദൈവം വെച്ചിരിക്കുന്ന പ്രോഗ്രാം എന്താണെന്ന് തമ്പുരാൻ ആരെ കാണിച്ചു കൊടുത്തു? മോസസിനെ കാണിച്ചു കൊടുത്തു. മോസസ് ഇപ്പോൾ ഏതവസ്ഥയിലാണ്? മോസസ് ഒന്നാം പുറപ്പാടിലാണ്. ഇസ്രായേൽ ജനത്തെ മിസ്രയീമിന്റെ അടിമത്വത്തിൽ നിന്ന്, അധികാരിയുടെ കയ്യിൽ നിന്ന്, പാപത്തിന്റെ കയ്യിൽ നിന്ന്, ശാപത്തിന്റെ കയ്യിൽ നിന്ന്, അടിമത്വത്തിൽ നിന്ന് വിടുവിച്ച് അവകാശ ഭൂമിയിലേക്ക് കൊണ്ടുപോകുവാനുള്ള യാത്രാമധ്യേ തമ്പുരാൻ പറയുന്നു, I'm going to show you another Exodus. ആമേൻ. ഞാൻ എന്ത് തരാൻ പോവുകയാണ്? ഞാൻ നിനക്ക് വേറൊരു പുറപ്പാടിന്റെ കഥ പറയാൻ പോവുക. നീ മരുഭൂമിയിലൂടെ കൊണ്ടുപോകുന്ന ഒരു പുറപ്പാടെങ്കിൽ മറ്റൊരു പുറപ്പാടിനെ ഞാൻ എന്റെ ഫ്യൂച്ചർ പ്ലാൻ നിനക്ക് കാട്ടിത്തരാം. ഞാൻ ഇങ്ങനെയാണ് മനസ്സിലാക്കിയത്. ആ പിളർപ്പിൽ ഇരുന്നു കൊണ്ട് ദൈവത്തിന്റെ മഹത്വം കണ്ടു, വരുവാനുള്ള ക്രിസ്തുവിനെ കണ്ടു, ക്രിസ്തുവിന്റെ ശുശ്രൂഷകൾ കണ്ടു, ക്രിസ്തു സ്ഥാപിക്കാൻ പോകുന്ന പുതിയ നിയമത്തെ കണ്ടു. ഒരിക്കലും ആട്ടിൻകുട്ടിയുടെ രക്തം കൊണ്ട് സ്ഥാപിക്കപ്പെടാത്ത നിത്യമായ വീണ്ടെടുപ്പ് കണ്ടു. ക്ഷമിക്കപ്പെടാത്ത പാപം എന്നേക്കുമായി ക്ഷമിക്കുന്നത് കണ്ടു. എല്ലാ ആണ്ടിലും പാപത്തെ ഓർത്ത് മഹാപുരോഹിതൻ വിശുദ്ധാന്തര മന്ദിരത്തിലേക്ക് പോകുന്ന ആ ശുശ്രൂഷയ്ക്ക് പകരം ഒരിക്കലും ഞാൻ നിങ്ങളുടെ പാപത്തെ ഓർക്കത്തില്ലെന്ന് പറഞ്ഞ് എന്നേക്കുമായി സ്ഥാപിക്കപ്പെടാൻ പോകുന്ന പുതു നിയമത്തിന്റെ മഹത്വം കൊണ്ട് തീർന്നില്ല. യെരൂശലേമിൽ മിശിഹായെ അനുഭവിപ്പാൻ പോകുന്ന പീഡനം കണ്ടു, കഷ്ടം കണ്ടു, മരണം കണ്ടു. അവിടെ നിന്ന് അവൻ പുറപ്പെടുന്നത് കണ്ടു. പ്രൈസ് ദി ലോർഡ്. പുറപ്പാട് കണ്ടു. പുറപ്പാട് പറയാനാ പുറപ്പാടിന്റെ ആളിനെ ഇങ്ങോട്ട് വിട്ടത്. യെശയ്യാവിന് അത് അറിയത്തില്ല, ജെരമ്യാവിന് അത് പറയാൻ അറിയത്തില്ല, എസെക്കിയേലിന് അറിയത്തില്ല. പുറപ്പാടിന്റെ ചരിത്രം അറിയാവുന്നവനെ മിശിഹായുടെ അരികിൽ പറഞ്ഞു വിട്ടിട്ട് പറയുകയാണ്, I'm going to show you another Exodus. എക്സോഡസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തിലേക്കുള്ള യാത്രയുടെ പേരാണ് പുറപ്പാടില്ലേ. അപ്പൊ എവിടെ നിന്ന് എങ്ങോട്ട് പുറപ്പെട്ടു? ഞാൻ അതിന്റെ ഒരു ക്രൂഷ്യലായിട്ടുള്ള ആശയത്തിലേക്കാണ് ഇത് പോകുന്നത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പുറപ്പാട്. അവൻ പുറപ്പെട്ടു. നമുക്കറിയാം, he started from somewhere to somewhere. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മിശിഹ മാറുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, യേശു കർത്താവ് തന്റെ മരണത്താൽ നമ്മെ രക്ഷിച്ചു. നമ്മൾ വായിച്ചിട്ട് ഇന്നത്തെ നമ്മുടെ ധ്യാനമാണ് റോമർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം. ആരെങ്കിലും എന്ന് പറഞ്ഞ് എല്ലാവരും വായിച്ചിട്ടില്ല, ചുമ്മാ ഞാൻ അയക്കാന്ന് എനിക്കറിയാം, എങ്കിലും വായിച്ചു നോക്കിക്കേ. റോമാലേഖനം 5-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം വായിച്ചവർക്കായി സ്തോത്രം, അപ്രീഷിയേറ്റ് ചെയ്യും. റോമർ ചാപ്റ്റർ 5:10. കേൾക്കും. നാം ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവന്റെ പുത്രന്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നുവെങ്കിൽ, പുത്രന്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നുവെങ്കിൽ, നിരന്ന ശേഷം നാം അവന്റെ ജീവനായി എത്ര അധികമായി രക്ഷിക്കപ്പെടും. എത്ര രക്ഷയായിരുന്നു! നാം ഭാവിയായിരിക്കുമ്പോൾ തന്നെ തന്റെ പുത്രന്റെ മരണത്താൽ നാം ദൈവത്തോട് നിരന്ന് രക്ഷപ്പെട്ടു. അവന്റെ മരണത്താൽ ഒരു രക്ഷ. ഹല്ലേലൂയ. അവന്റെ മരണത്താൽ നാം രക്ഷ പ്രാപിച്ചു. തൊട്ടടുത്ത് പറയുകയാണ്, അങ്ങനെയെങ്കിൽ നാം ശത്രുക്കളായിരുന്നപ്പോൾ തന്നെ ക്രിസ്തു തന്റെ മരണത്താൽ ദൈവത്തോട് നമ്മെ നിരപ്പിച്ചു എങ്കിൽ, നിരപ്പ് വന്ന ശേഷം, ഇത് പറഞ്ഞു തരാൻ വലിയ പാടാണ്. നിരപ്പ് വന്ന ശേഷം എന്ന് പറഞ്ഞാൽ എപ്പോ നിരപ്പിച്ചു? കാൽവരി കുരിശിൽ മിശിഹ മരിച്ചതിന്റെ അന്ന് മനുഷ്യകുലത്തെ മൊത്തം ദൈവം തന്നോട് എല്ലാരും നിരപ്പിച്ചു. പ്രപഞ്ചത്തിൽ ദൈവത്തോട് നിരക്കാത്ത ആരുമില്ല. നമ്മുടെ ഒറ്റ ഭാഷയിൽ പറഞ്ഞാൽ ദൈവത്തിന് പകയുള്ള പിണക്കമുള്ള ഒറ്റ മനുഷ്യരില്ല. അപ്പൊ അടുത്തൊരു ചോദ്യം, അടുത്തൊരു വാക്യമുണ്ട്, എല്ലാവരും രക്ഷിച്ചു, എല്ലാവരും വിടുവിച്ചു, എല്ലാവർക്കും വഴി തുറന്നിട്ടു. ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, മിശിഹായുടെ വരവ് കൊണ്ട്, കാൽവരി മരണം കൊണ്ട് എന്താ സാധ്യമായത്? മരിക്കുന്നതിന് തൊട്ട് മുമ്പ് ഇതുപോലൊരു തിരശ്ശീലയല്ല കേട്ടോ, വേറൊരു തിരശ്ശീല മുകളിൽ തൊട്ട് താഴെ വരെ രണ്ടായിട്ട് ചിന്തിച്ചിട്ട് വിശുദ്ധാന്തര മന്ദിരത്തിലേക്കുള്ള ഒരു വഴി തുറന്നിട്ടു. ആ വിശുദ്ധാന്തര മന്ദിരത്തിലേക്ക് വഴി എന്തിന്റെ സിംബോളിക്കാണ് ഈ തിരശ്ശീല? ഏദൻ തോട്ടത്തിൽ മനുഷ്യൻ ജീവവൃക്ഷത്തിന്റെ ഫലം കൂടെ കൈനീട്ടി തിന്നാതിരിപ്പാൻ ദൈവം എന്ത് ചെയ്യുന്നു? തിരിയുന്ന വാളിന്റെ ജ്വാലയുമായി കെറൂബിനെ കാവൽ നിർത്തി. 3 കാര്യം അവിടെ ഉണ്ട്. ഒന്നാമത്തത് കെറൂബുണ്ട്, രണ്ടാമത്തത് വാളുണ്ട്,
മൂന്നാമത് തീയുണ്ട്. വീണ്ടും ആവർത്തിക്കുക. കെറൂബ് ദൈവത്തിന്റെ ഗ്ലോറിയെ കാണിക്കുന്നു, വാള് ദൈവത്തിന്റെ നീതിയെ കാണിക്കുന്നു, തീ ദൈവത്തിന്റെ വിശുദ്ധിയെ കാണിക്കുന്നു. ആമേൻ. ദൈവത്തിന്റെ മഹത്വത്തിന്റെ മുമ്പിലാണ് എപ്പോഴും കെറൂബുകൾ. ദൈവത്തിന്റെ വാൾ കൃത്യതയുടെ വാളാണ്. അത് ദൈവത്തിന്റെ നീതിയെ കാണിക്കുന്നു. 3, ദൈവത്തിന്റെ വിശുദ്ധിയെ കാണിക്കുന്നു. ഇത് മൂന്നും കൂടെ ഒരുമിച്ച് സമ്മേളിച്ച് ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, ആ തിരിയുന്ന വാളിന്റെ ജ്വാലയിലൂടെ കടന്നുപോയി തിരികെ ഇറങ്ങാൻ പ്രപഞ്ചത്തിന് ഒരാൾക്കും പറ്റില്ല. ഒരാൾക്ക് കടന്നു പോകാൻ പറ്റി, അത് മിശിഹായ്ക്കാം. ആ പോകുന്ന വഴിയിൽ ആ വാൾ ഇടയനെ വെട്ടി. ഹല്ലേലൂയ. പക്ഷെ ഒരൊറ്റ പ്രശ്നം, ഒരൊറ്റ വെട്ടോടെ മാനവകുലത്തിന് മുമ്പിലുള്ള വഴി എന്നേക്കുമായി തുറന്ന് ലോകത്തെ 800 കോടി ജനത്തിനും തമ്പുരാൻ ഇന്ന് വഴി തുറന്നിട്ടിരിക്കുക. വഴി തുറന്നിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ഏതൊരു വ്യക്തിക്കും എന്ത് പ്രാപിക്കാം? നിത്യജീവൻ പ്രാപിക്കാം. ഇവിടെ പാപം എന്നൊരു പ്രശ്നമില്ല. ഞാൻ സീരിയസ് ആയിട്ട് പറയുക. നമ്മുടെ സുവിശേഷത്തിന്റെ തുടക്കം എന്താ? നമുക്ക് സുവിശേഷം പ്രസംഗിക്കണമെങ്കിൽ ആദ്യം പ്രസംഗം കേൾക്കാൻ വന്നിരിക്കുന്നവനെ പാപിയാക്കണം. നീ പഴം തിന്ന കൂട്ടത്തിൽപ്പെട്ടവനാണ്, നിന്റെ വല്യപ്പൻ പഴം നിന്നു, നീ അന്നു മുതൽ ഭാവിയാണ്, നീ ഇന്നും ഭാവിയാണ്. ഭാവി എന്നൊരു ആക്ഷേപം ഇവന്റെ പുറത്ത് ആക്ഷേപിക്കാതെ നമുക്ക് സുവിശേഷം പറയാൻ പറ്റില്ല. പക്ഷെ 2000 വർഷത്തിന് മുമ്പ് പാപങ്ങൾക്ക് പരിഹാരം വരുത്തി എന്ന് വിശുദ്ധ ബൈബിൾ പറയുന്നു. ഇതിപ്പോ എന്നെ ഓൺലൈനിൽ കേൾക്കുന്നവരുണ്ടാകാം, നാളെ കേൾക്കുന്നവരുണ്ടാകാം, ഓഫ്ലൈനിൽ കേൾക്കുന്നുണ്ടാകാം. ലിസൺ ടു മീ. പാപത്തിന് ആര് പരിഹാരം വരുത്തി? യേശു പരിഹാരം വരുത്തി. ഞാനതിന്റെ കമന്റ് ചെയ്ത് ഒരു ദൈവദാസൻ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു. യോഹന്നാൻ 1:29 എന്താ പറയുന്നത്? യേശു പോകുന്നത് ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന. ഏത് ലോകത്തിന്റെ? ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്. ഏതാണ് ആ ലോകം? അവിടെ കൊടുത്തിരിക്കുന്ന പദം കോസ്മോസ് എന്നാണ്. എയോൺ എന്നല്ല, വേൾഡ് എന്ന വാക്കിന് അവിടെ കൊടുത്തത് കോസ്മോസ് എന്നാണ്. ദ സിസ്റ്റം. അവിടെ ഒരു സിസ്റ്റം ഉണ്ട്. ദൈവത്തിന്റെ സിസ്റ്റം എവിടെയാണ്? ഏത് ലോകത്താണ്? ഇസ്രായേൽ. ഇസ്രായേൽ. ആമേൻ. ഹല്ലേലൂയ. ഗലാത്യലേഖനം 4-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം എന്ന് പറയുന്നത്, നിങ്ങൾ ശിശുക്കളായിരിക്കുമ്പോഴൊക്കെ അവകാശി സകലത്തിനും യജമാനെങ്കിലും ശിശുവായിരിക്കുന്നിടത്തോളം ദാസനേക്കാൾ ഒട്ടും ശ്രേഷ്ഠതയുള്ളവനല്ല അവൻ എന്തിന്? ശിശുപാലകന്മാർക്ക് ലോകത്തിന്റെ ആദ്യപാഠത്തിന് കീഴ്പ്പെട്ടിരിക്കുന്നു. ലോകത്തിന്റെ ദ റൂഡിമെന്റ്സ് ഓഫ് ദ കോസ്മോസ്. വാട്ട് ഈസ് ദാറ്റ്? റൂഡിമെന്റ്സ് ഓഫ് ദ കോസ്മോസ്. അപ്പൊ അവിടെ വേൾഡ് എന്ന് പറയുന്നത് ലോകത്തിന്റെ മുഴുവൻ ആദ്യപാഠമല്ല. ഇറ്റ് ഈസ് ടോക്കിംഗ് അബൌട്ട് ദ എലമെന്റ്സ് ഓഫ് ദ ജൂയിഷ് വേൾഡ്. ലിസൺ ടു മീ. ഞാൻ ഓപ്പൺ ആയിട്ട് പറയും, ഭയങ്കര സ്വാതന്ത്ര്യം നമുക്ക് വരേണ്ടത്. നമുക്ക് യേശു നൽകിയ സ്വാതന്ത്ര്യം അത് പൂർണ്ണമായി പ്രാപിക്കണം. എലമെന്റ്സ് ഓഫ് ദ വേൾഡ്, എലമെന്റ്സ് ഓഫ് ദ ജൂയിഷ് വേൾഡ്, എലമെന്റ്സ് ഓഫ് ദ ലോ, ന്യായപ്രമാണത്തിന്റെ ആദ്യപാഠം. പ്രൈസ് ദി ലോർഡ്. കൊലോസ്യർ 2:8 എന്താ പറയുന്നത്? അതേപോലെ തന്നെയാണ്. ലോകത്തിന്റെ ആദ്യപാഠം, റൂഡിമെന്റ്സ്, എലമെന്റ്സ് ഓഫ് ദ വേൾഡ്. ആമേൻ. ഗലാത്യ ലേഖനം കൊലോസ്യർ 2-ാം അധ്യായത്തിൽ 22-ാം വാക്യത്തിൽ എന്താ പറയുന്നത്? അതിന്റെ അർത്ഥം അവിടെയെല്ലാം കോസ്മോസ്, എലമെന്റ്സ് ഓഫ് ദ കോസ്മോസ്. വാട്ട് ഈസ് ദാറ്റ്? It is all about the Jewish world. It is all about the people, those who are under law. We are not under law. നിർഭാഗ്യവശാൽ ഞാൻ ഒരു കാര്യം പറയാം. ഇന്ന് നമ്മുടെ സഭയെ വാഴുന്നത് യേശുവല്ല, നമ്മെ വാഴുന്നത് പണ്ട് മോശയുടെ കാലത്ത് എഴുതപ്പെട്ടതും കാൽവരിയിൽ അവസാനിപ്പിച്ചതും AD എഴുതി പൊളിച്ചു കളഞ്ഞതുമായ, ഇല്ലാതായി പോയ, എക്സ്പയർ ആയി പോയ ഒരു മരുന്ന് കച്ചവടം ചർച്ച നടക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് സ്പിരിച്വൽ സിക്നെസ് ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ജോയ് നഷ്ടപ്പെടുന്നത്. ഹല്ലേലൂയ. സഭയൊക്കെ കഴിയുമ്പോൾ ആളുകളുടെ മുഖം കണ്ടിട്ടുണ്ടോ? സന്തോഷമാണോ സങ്കടമോ? എന്തിനാണോ അന്നെന്ന് പറഞ്ഞിറങ്ങിപ്പോയില്ലേ? ഒരു ഹാപ്പിനെസ്സും ഇല്ല. എന്താ പഠിപ്പിച്ചോളൂ? എന്താ കുത്തിവെക്കുന്നത്? എക്സ്പയർ ആയ മരുന്ന് കുത്തിവെക്കുക. നീ ഭാവിയാണ്, നിന്റെ വല്യപ്പൻ ഭാവിയാണ്, നിന്റെ അപ്പൂപ്പൻ ഭാവിയാണ്. കാരണം സുവിശേഷം പാപവുമായി ബന്ധപ്പെട്ട സുവിശേഷം പ്രസംഗിക്കുന്നത് ആണോ? യോഹന്നാൻ സുവിശേഷം എഴുതി, ചെറുതായി കേൾക്കണം. യോഹന്നാൻ സുവിശേഷം എഴുതി. യോഹന്നാന്റെ സുവിശേഷം തുടങ്ങുക. യേശു ഭൂമിയിൽ ജനിച്ചു, ആദം പാപം ചെയ്തു എന്നല്ല എഴുതിയേക്കുന്നത്. തുടങ്ങുന്നത് ഇങ്ങനെയാ: ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ മുഖാന്തരം. ദൈവത്തെ ഇൻട്രോഡ്യൂസ് ചെയ്തിട്ട് തൊട്ടടുത്ത് പറയുന്നത് അവൻ മുഖാന്തരം സകലതും ഉളവായി. ടോക്കിംഗ് അബൌട്ട് ദ ക്രിയേഷൻ. ദാറ്റ് മീൻസ് ഗോഡ് ഈസ് ദ ക്രിയേറ്റർ ഓഫ് എവ്രിവൺ. അതാണ് ഗോസ്പലിന്റെ തുടക്കം. അവൻ മുഖാന്തരം. നമ്മൾ ജനത്തോട് പറയേണ്ടത് നിങ്ങൾ ദൈവ സൃഷ്ടിയാണ് എന്ന് പറയുന്നതാണ് സുവിശേഷത്തിന്റെ ആദ്യത്തെ പോയിന്റ്. ഹല്ലേലൂയ. ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത് സീരിയസ് ആയിട്ട് കേൾക്ക്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ അപ്പോസ്തലനായ പൗലോസും ബർന്നബാസും കൂടെ ഒരിക്കൽ
ഇക്കനോയിൽ ഭയങ്കര അത്ഭുതം നടന്നു, വലിയ വിടുതം നടന്നു. ഒരു മനുഷ്യൻ എഴുന്നേറ്റ് നടന്നു, മുടങ്ങൻ ചാടി എഴുന്നേൽക്കുക. ചാടി എഴുന്നേറ്റ് നടന്നു കണ്ടപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ജാതികളായ ആളുകൾ ഇവർ ദൈവത്തിന്റെ ദൂതന്മാരാണ്, ദേവന്മാരാണ് എന്ന് പറഞ്ഞ് വിശുദ്ധ ബൈബിൾ പറയുന്നു. അവരെ നമസ്കരിക്കുവാനും യാഗമർപ്പിക്കുവാനും ഓടി വരികയാണ്. നമ്മളായിരുന്നെങ്കിൽ സെൽഫി എടുക്കാൻ അവരുടെ കൂടെ ഓടിയത് ഇന്നത്തെ കാലത്താണെങ്കിൽ സോവിന് മുഖത്തം പറഞ്ഞേ, സാക്ഷ്യം പറയിപ്പിക്കാൻ വന്നേ. ഇത് കണ്ടോണ്ട് നിന്നപ്പോ അപ്പോസ്തലനായ പൗലോസ് എന്തെന്നറിയാമോ? തങ്ങളുടെ വസ്ത്രങ്ങളെ വലിച്ചു കീറി. കാരണം നമ്മളെ ആരെങ്കിലും പ്രശംസിക്കുക, നമ്മളെ പുകഴ്ത്തുക, ദൈവം ചെയ്തൊരു പ്രവൃത്തിയുടെ മുമ്പിൽ നമുക്ക് എന്തെങ്കിലും ഒരു മാന്യത വരുമെന്ന് കണ്ടാൽ അപ്പോസ്തലന്മാർ ഉടുപ്പ് കീറുമായിരുന്നു. ഇന്നോ ഒരു മിറക്കിൾ നടന്നാൽ അത് ടിവിയുടെ മുമ്പിൽ കൊണ്ടുവരിക, ഷോയുടെ മുമ്പിൽ കൊണ്ടുവരിക, പത്രത്തിലിടുക, ന്യൂസ് പേപ്പറിലിടുക. എന്നിട്ട് ഞാൻ വന്നപ്പോൾ ഉണ്ടായിരുന്നു ഇല്ല, ഞാൻ വന്നപ്പോൾ കണ്ടായിരുന്നു ഇല്ല, ഇവിടെ തപ്പി നോക്കിയായിരുന്നു ഉണ്ടായിരുന്നു. ഇപ്പൊ പോയി തപ്പി നോക്ക്. ഓ ഗ്ലോറി! ആർക്കോ മഹത്വം? ഈ പൊട്ടൻ മഹത്വം എടുക്കുക. ദൈവപ്രവൃത്തി സംഭവിക്കുമ്പോൾ, ഒരു രോഗി സൗഖ്യമാകുമ്പോൾ നമ്മളിലേക്ക് ഫോക്കസ് വരുമ്പോൾ ഉടുപ്പ് കീറണം അപ്പോസ്തലന്മാർ. ഞങ്ങളെ നോക്കണ്ട, ഞങ്ങളെ ബഹുമാനിക്കണ്ട, ഞങ്ങൾക്കല്ല മഹത്വം, മഹത്വം ആകാശത്തെയും ഭൂമിയെയും. അവരോട് പറഞ്ഞ വാക്കെന്നറിയാമോ? നിങ്ങൾ ഈ വ്യർത്ഥ കാര്യങ്ങളെ വിട്ട്. ഞാൻ പണ്ടേ ദൈവസന്നിധിയിൽ എടുത്തൊരു തീരുമാനമുണ്ട്. അതുകൊണ്ടായിരിക്കും നമ്മളിങ്ങനെ ഇരിക്കുന്നത്. എടുത്ത തീരുമാനം എന്തറിയുമോ? ദൈവം എന്ത് അത്ഭുതം ചെയ്താലും ആരുടെതും നമ്മൾ പോയി പരസ്യപ്പെടുത്തില്ല. അവരുടെ പറഞ്ഞിട്ട് മരിച്ചവർ എഴുന്നേറ്റാൽ പോലും നമ്മൾ ഇന്റർവ്യൂവിന് പോകത്തില്ല. പ്രൈസ് ദി ലോർഡ്. അതിന്റെ ആവശ്യമില്ല. മഹത്വം ദൈവത്തിന് 100% ഇത് ചെയ്ത ദൈവമാണെങ്കിൽ മഹത്വം ആരുടെ ഇരിക്കണം? നമ്മുടെ കയ്യിലിരിക്കണം അല്ലേ? അവരോട് പറയാം, നിങ്ങൾ ഈ വ്യർത്ഥ കാര്യങ്ങളെ വിട്ടിട്ട്, ഓ ഗ്ലോറി ടു ഗോഡ്, പറയാ, ഈ വ്യർത്ഥ കാര്യങ്ങളെ വിട്ടിട്ട് ആകാശവും ഭൂമിയും സമുദ്രവും അതിലുള്ളതൊക്കെയും സൃഷ്ടിച്ച ജീവനുള്ള ദൈവത്തിലേക്ക് തിരിഞ്ഞുകൊള്ളണം എന്നൊരു സുവിശേഷം. എന്താ സുവിശേഷം? എന്താ സുവിശേഷം? മനസ്സിലാക്കണമെങ്കിൽ 14-ാം അധ്യായം വായിച്ചാൽ അത്രേ പറയത്തുള്ളൂ. പക്ഷെ 13 പോയി വായിക്കണം. 13 പുള്ളിയുടെ പ്രസംഗം കട്ടിയ. ദാവീദിന്റെ പുത്രനായിട്ട് ജനിച്ചു, ഇന്ന് ഇവൻ എന്റെ പുത്രൻ, ഇന്ന് ഞാൻ ഇവനെ ജനിപ്പിച്ചിരിക്കുന്നുവെന്ന് യേശു ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ച് ദൈവം പിതാക്കന്മാരോട് പറഞ്ഞ വാഗ്ദത്തം മക്കളിൽ നിവർത്തിച്ചിരിക്കുന്നു. വായിച്ചാൽ ഒട്ടും മനസ്സിലാവത്തില്ല. ഭയങ്കര നീതീകരണ വിഷയവും ദൈവികമായ വിഷയവും പാപത്തിന്റെ വിഷയവും മിശിഹായുടെ ഉയർപ്പും എല്ലാം കൂടെ കുത്തി നിറച്ചൊരു അധ്യായമാണ് 13. 14-ാം അധ്യായത്തിൽ ജാതികളെ നോക്കിയിട്ട് പറഞ്ഞു, ഞാൻ ദാവീദിന്റെ കാര്യം പറയുന്നില്ല, യേശു മരിച്ച കാര്യം പറയുന്നില്ല, ഉയർത്ത കാര്യം പറയുന്നില്ല, ഒറ്റ കാര്യം പറയുന്നുള്ളൂ, നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന പ്രവൃത്തി വിട്ടിട്ട് നിങ്ങളെ സൃഷ്ടിച്ചൊരു ദൈവമുണ്ട്, ആകാശം സൃഷ്ടിച്ചൊരു ദൈവമുണ്ട്, ഭൂമി സൃഷ്ടിച്ചൊരു ദൈവമുണ്ട്, ആ തമ്പുരാനിലേക്ക് തിരിഞ്ഞുകൊള്ളുവീൻ. എന്റെ അർത്ഥം എന്താ? ഇത് ഏദൻ തോട്ടത്തിൽ മാനവകുലത്തിന് ഇറങ്ങിപ്പോയ മനുഷ്യരാശിയെ തിരിച്ചു വിളിക്കുന്ന മെസ്സേജാണ്. തിരിഞ്ഞുകൊള്ളുവീൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിലേക്ക് തിരിഞ്ഞാൽ എന്ത് കിട്ടും? അന്ന് കിഴക്കോട്ട് ഇറക്കി വിട്ട മനുഷ്യകുലത്തെ ഇറക്കി വിട്ടില്ലേ? ഒരു വഴി അടച്ചു വെച്ചില്ലേ? ആ വഴി 2000 വർഷത്തിന് മുമ്പ് മിശിഹാ തമ്പുരാൻ കാൽവരിയിലെ മരണത്തോടുകൂടെ ആ വഴി തുറന്നു കൊടുത്തിട്ട് ഇന്ന് എല്ലാ ജാതിയോടും പറയാൻ ഒറ്റ മെസ്സേജ് ഉള്ളൂ, turn to God for what? To get eternal life. ഇതിനപ്പുറത്തൊരു മെസ്സേജ് ഉണ്ടോ? ഒറ്റ മെസ്സേജേ ഉള്ളൂ. നിങ്ങൾക്ക് ഏത് വ്യക്തിയോട് 1 മിനിറ്റ് സുവിശേഷം പറയാം. മക്കളെ, യു വാണ്ട് ടു ബി വിത്ത് ഗോഡ് ഫോർ എവർ. അത്രേ ഉള്ളൂ. നീ തമ്പുരാന്റെ കൂടെ നിരന്തരം തുടരാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നിന്നെ സൃഷ്ടിച്ചവൻ നിനക്കൊരു ഓഫർ തരുന്നുണ്ട്, നിത്യജീവൻ യേശുവിലൂടെ സ്വീകരിക്കാം. അപ്പൊ പറ, എനിക്കത് വേണ്ട, ഒരു കുഴപ്പമില്ല. മക്കൾ ഇതോടെ തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, ചത്തോടുന്നതാണ്. പക്ഷെ നമ്മൾ വിടത്തില്ല. മരിച്ചതിന് ശേഷം എന്തുണ്ട്? ഒരു ന്യായവിധിയുണ്ട്. നരകമെന്ന് സ്വർഗം ഒരാൾ പറഞ്ഞു, സ്വർഗമുള്ളത് സത്യമാണെങ്കിൽ നരകവുമുണ്ട്. ഞാൻ പറഞ്ഞു, ഉണ്ട്, സ്വർഗം സത്യമാണ്, നരകവുമുണ്ട്. പക്ഷെ ആ നരകം നിന്റെ ഹൃദയത്തിലാണ്. എവറി റിലീജിയസ് പീപ്പിൾ ക്യാരീസ് എ ഹെൽ ഇൻസൈഡ് ഓഫ് ദം. കാരണം ഏതൊരു പകയനെ, ഞാൻ സുവിശേഷം പറഞ്ഞിട്ട് രക്ഷിക്കപ്പെടാത്തവനെ ഞാൻ എവിടിട്ട് കത്തിക്കും? എന്റെ അകത്തിട്ട് കത്തിക്കും ഞാൻ. കാരണം ഞാൻ പറഞ്ഞിട്ട് നീ വിശ്വസിച്ചില്ലേടാ. നമുക്ക് പകയുണ്ട്, നമുക്ക് ഭയങ്കര പക. നമ്മുടെ സുവിശേഷം കിട്ടിയിട്ടുണ്ടോ? പകയില്ല സുവിശേഷം പ്രസംഗിക്കുന്നത്, കലിപ്പില്ല സുവിശേഷം പ്രസംഗിക്കുന്നത്. നിന്നെ കൊല്ലും ഞാനും ചാകും എന്നുള്ള നിലയിലാണ്. അങ്ങനല്ല ഗോസ്പൽ. സിമ്പിൾ ഗോസ്പൽ. The door is open for everyone. Come and receive. അതുകൊണ്ടല്ലേ പുത്തൻ യെരൂശലേമിന്റെ വാതിൽ എന്തിരിക്കുക? ഏദൻ തോട്ടത്തിന്റെ വാതിൽ അടച്ചു വെച്ചിരിക്കുന്നു, പുത്തൻ യെരൂശലേമിന്റെ വാതിൽ തുറന്നിട്ടിരിക്കുന്നു. പുത്തൻ യെരൂശലേമിന്റെ വാതിൽ തുറന്നിട്ടത് എന്തിനാ? 24 മണിക്കൂറും വാതിൽ തുറന്നിട്ടിരിക്കുക. എന്തിനാ തുറന്നിട്ടിരിക്കുന്നത്? ഈ തോട്ടത്തിന്റെ പുറത്താരുണ്ട്? വിഗ്രഹാരാധികളുണ്ട്, ശുദ്രക്കാരുണ്ട്, ബിംബാരാധികളുണ്ട്, പോഷ്ക് പറയുന്നവരുണ്ട്, നായ്ക്കളുണ്ട്, കൊലപാതകന്മാരുണ്ട്, വ്യഭിചാരികളുണ്ട്, ലോകത്തിൽ കൊള്ളാത്തവരെല്ലാം ഇതിന്റെ പുറത്തുണ്ട്. പക്ഷെ വാതിൽ തുറന്നിട്ടേക്കുക.
കള്ളൻ പുറത്ത് വാതിൽ തുറന്നിട്ടതിന് കാരണം ദൈവം തമ്പുരാൻ അറിയാം, ഒരു കള്ളനും ഇതിനകത്ത് വരത്തില്ല, ഒരു ദുഷ്ടനും ഇതിനകത്ത് വരത്തില്ല, ഒരു പാപിക്കും ഇതിനകത്ത് വരത്തില്ല. കാരണം എന്താണ്? കുഞ്ഞാട് അതിന്റെ വിളക്കാണ് എന്ന് പറഞ്ഞാൽ ഒരു പാപിക്കും ഒരു തിന്മ ചെയ്യുന്നവനും ആ വെട്ടത്തിൽ വന്ന് നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് വാതിൽ തുറന്നിട്ടിട്ട് പറയുക, താണ്ട് ഒരു നദി ഒഴുകി വരുന്നുണ്ട്. ആ നദിയെ കുറിച്ച് എന്താ പറഞ്ഞേ? പണ്ട് പറഞ്ഞൊരു വാചകം, ഉത്സവത്തിന്റെ മഹാദിനമായി ഒടുക്കുന്ന നാളിൽ യേശു എന്ന് പറഞ്ഞ വാചകം എന്താ? ദാഹിക്കുന്നവരെല്ലാം എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ വാക്യം? അതിന്റെ തൊട്ടടുത്ത വാക്യം, വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെടുത്ത് പറയുന്ന പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകുന്നു. വെളിപ്പാട് പുസ്തകം 22 വരുമ്പോൾ ആ ജീവജലത്തിന്റെ നദി എവിടുന്ന് ഒഴുകുന്നേ? കുഞ്ഞാടിന്റെയും സിംഹാസനത്തിന്റെ നടുവിൽ നിന്ന്. അങ്ങനെയാണെങ്കിൽ വിശ്വസിക്കുന്നവരെല്ലാം കൂടെ ചേർന്ന് എന്തുണ്ടായി? പുത്തനെറുശലേമായി. വിശ്വസിക്കുന്നവർ ചേർന്ന് പുത്തനെറുശലേമായപ്പോൾ വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ നിന്ന് ഒഴുകുന്ന നദി കുഞ്ഞാടാം ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ നടുവിൽ നിന്ന് നേരെ ഒഴുകിക്കൊണ്ടിരിക്കുക. ആരെ തേടി ഒഴുകുന്നു? ഈ പാപിയായ മനുഷ്യനെ തേടി, ഈ നശിച്ചു കിടക്കുന്ന മനുഷ്യനെ തേടി ഈ നദിയാണ് ഒഴുകി ചെല്ലുന്നത്. എന്നിട്ട് പറയാ, നദിയാ പോണ്ടത്, ട്രാക്ട് അല്ല പോണ്ടത്. സ്തോത്രം. പ്രൈസലോ. കഴിഞ്ഞ ദിവസം വാലന്റൈൻ ഡേയുടെ ഒരു ട്രാക്ട് രസകരമായിട്ട് അത് അവതരിപ്പിച്ചു കേട്ടോ. ജീസസ് ലവ്സ് യു. രക്ഷപ്പെടാൻ എന്ത് ചെയ്യണം? അപ്പൊ ഇങ്ങനെ യേശു മരിച്ചു, യേശു മരിച്ചെന്ന് വിശ്വസിക്കണമെന്ന്. യേശു മരിച്ചെന്ന് വിശ്വസിക്കേണ്ട ആവശ്യം എന്താ? ബൈബിളിൽ എവിടെയെങ്കിലും യേശു മരിച്ചെന്ന് വിശ്വസിക്കാനുണ്ടോ? നേരിട്ട് അറിഞ്ഞപ്പോ കല്ലറി കിട്ടിയാനെ. സ്വത്രം. ഇതൊന്നും കിട്ടുന്നില്ല, ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കണ്ട. യേശുവിനെ കർത്താവെന്ന് അത് വാഗുണ്ട് ഏറ്റു പറയാൻ, ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചെന്ന് വിശ്വസിക്കാനാ പറഞ്ഞത്. നമ്മുടെ ഫെയ്ത്ത് ഇരിക്കുന്നത് കാലുപറി യേശുവിന്റെ കുരിശിലല്ല, നമ്മുടെ ഉയർത്തിരിക്കുന്നത് തുറന്ന കല്ലറയല്ല. ആ ആള് പുറത്തു വന്നതിന്റെ അർത്ഥം നീ രക്ഷപ്പെടണമെന്ന്. വന്നില്ലായിരുന്നെങ്കിലോ നമ്മുടെ രക്ഷയ്ക്ക് ഉറപ്പില്ലാതെ. അവൻ നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിച്ചു വിരിക്കുന്നു. നമ്മുടെ പാപനിമിത്തം മരിക്കപ്പെട്ടു, നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിച്ചു വിരിക്കുന്നു. ബിക്കോസ് ഓഫ് വി ആർ റൈച്ചസ് എന്ന ഡിക്ലറേഷൻ വന്നപ്പോ ഓൺ ദ തേർഡ് ഡേ ഫാദർ പറഞ്ഞു, ഓക്കെ യു റൈസ് അപ്പ്. ആമേൻ. ഓക്കെ ഞാൻ ഒത്തിരി കയറി പോകുന്നില്ല. ഐ ആം ഗോയിങ് ടു ടീച്ച് അബൌട്ട് വാട്ട് ഈസ് ദ ഡെത്ത് ഓഫ് ക്രൈസ്റ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞു, ഓക്കെ മിസ്രൈമിലല്ല, സോറി, യെരൂശലേമിൽ പ്രാപിപ്പാനുള്ള, എല്ലാവരും എന്റെ കൂടെ പറഞ്ഞു, യെരൂശലേമിൽ പ്രാപിപ്പാനുള്ള നിര്യാണത്തെ കുറിച്ചില്ലേ? ആ നിര്യാണത്തിന് മറ്റൊരു പദം കൊടുത്തിരിക്കുന്നത് എക്സഡസ്, പുറപ്പാടിനെ കുറിച്ച്. അപ്പൊ നിര്യാണം ഇസ് ഈക്വൽ ടു പുറപ്പാട്. അപ്പൊ ദ ഡെത്ത് ഓഫ് ക്രൈസ്റ്റ് ഈസ് ഈക്വൽ ടു എക്സഡസ്. ആദ്യമായിട്ട് വർദ്ധിപ്പിക്കുക കേട്ടോ, എങ്ങും പറയാത്തതുകൊണ്ട് ഞാൻ എങ്ങനെ പറയണമെന്ന്. ദ ഡെത്ത് ഓഫ് ക്രൈസ്റ്റ് ഈസ് ദ എക്സഡസ്. ഫ്രം വേർ ടു വേർ. ഇപ്പൊ ക്രൈസ്റ്റ് എന്തിന്റെ കീഴിലാണ് വന്നേക്കുന്നത്? അവൻ ന്യായപ്രമാണത്തിന്റെ കീഴിൽ, കാലത്തിന്റെ സമ്പൂർണ്ണതയിൽ ന്യായപ്രമാണത്തിന് കീഴിൽ സ്ത്രീയുടെ സന്തതി ജനിച്ചു. അപ്പൊ ജീസസ് ക്രൈസ്റ്റ് became, listen very important, Jesus became a part of the body of Moses. യേശു ക്രിസ്തുവും ഇപ്പോൾ ഏത് ബോഡിയുടെ ഭാഗമാണ്? മോശയുടെ ശരീരത്തിന്റെ ഭാഗമാണ്. അപ്പൊ മോശയുടെ ശരീരത്തിന്റെ ഭാഗമായിരിക്കുന്ന ഈ മിശിഹാതമ്പുരാൻ, ഹല്ലേലൂയ, ആ കൂടാരത്തിന്റെ പ്രത്യേകത എന്താ? ഭവനത്തിന്റെ പ്രത്യേകത, അതിന് വാഴുന്നത് എന്താ? പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണം. മറന്നുപോലും പാപം എവിടെ ഉള്ളൂ? പാപം മോശ മുതൽ, ആദം മുതൽ മോശ വരെ വാണിരുന്നു. എവിടെ വരെ വാണു? ന്യായപ്രമാണം ഉള്ളിടത്തെ പാപമുള്ളൂ. ഇന്ത്യയിൽ പാപം ഇല്ല. സ്തോത്രം. എല്ലാരും കേക്ക്. ഇന്ത്യക്കാരന്റെ പാപം ബൈബിൾ പറഞ്ഞു, ദൈവം തന്റെ പൊറുമയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ക്ഷമിക്കാതെ വിട്ടു, മൈൻഡ് ചെയ്തില്ല. When Jesus died on the cross, the Bible says, അവൻ തന്റെ പുത്രന്റെ കാൽവരി മരണത്തിൽ ലോകത്തെ തന്നോട് നിരപ്പിച്ചു. എങ്ങനെ? ലോകത്തിന്റെ ലംഘനങ്ങളെ കണക്കിടാതെ. That is a New Testament. ന്യൂ ടെസ്റ്റ്മെന്റിന്റെ മഹത്വം നമ്മൾ പഠിക്കണം. ലോകത്തിന്റെ പാപത്തെ കണക്കിട്ടില്ല. എന്തുകൊണ്ട് കണക്കിട്ടില്ല? Praise the Lord. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഈ കള്ളം പറയുന്നത് പാപമല്ലേ? വീടി വലിക്കുന്ന പാപമല്ലേ? നുണ പറയുന്ന പാപമല്ലേ? അതിനെ ബൈബിൾ വിളിക്കുന്ന പേരെന്താ? ജഡത്തിന്റെ പ്രവൃത്തികൾ. ചോദിക്കുന്ന ചോദ്യം, ഹൗവ പഴം തിന്നതിന് മുമ്പ് പാപം ചെയ്തിട്ടുണ്ടോ? ഈ പാപം
ഹൗവ പഴം തിന്നുന്നതിന് മുമ്പ് ഹൗവയിൽ പാപം ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. ഒന്ന്, കള്ളം പറഞ്ഞു. ദൈവം ഇത് തിന്നരുതെന്നല്ല തൊടരുതെന്ന് പറഞ്ഞു. കള്ളം പറഞ്ഞോ? ആ. ദൈവം പറഞ്ഞോ നീ ചത്തുപോകും. പാമ്പ് വന്നിട്ട് പറഞ്ഞു ചാകത്തില്ല. അപ്പൊ അവിടെ എന്ത് വന്നു? ദൈവത്തെ അവിശ്വസിച്ചോ? ദൈവമേ, കൊച്ചുപിള്ളേരെ പഠിപ്പിക്കുന്നവരെ പഠിപ്പിക്കുക. അവിശ്വസിച്ചു. തിന്നരുതെന്ന് പറഞ്ഞു, തിന്നു. അനുസരണക്കേട് കാണിച്ചോ? അപ്പം തിന്നുന്നതിന് മുമ്പല്ലേ അനുസരണക്കേട് വന്നേ? തിന്നുന്നതിന് മുമ്പല്ലേ അവിശ്വാസം വന്നേ? തിന്നുന്നതിന് മുമ്പ് വലിയ കള്ളം വന്നേ? അപ്പൊ കള്ളം പറയാൻ ഇത് തിന്നേണ്ട ആവശ്യമില്ലല്ലോ. ഓ, ഞാൻ പറഞ്ഞു തരുന്നേ, അത് മനുഷ്യന്റെ പ്രവൃത്തി, ജഡത്തിന്റെ പ്രവൃത്തിയാ. ലൈസൻസ് ഒന്നും അല്ല കേട്ടോ. പിന്നെ ഇവിടെ എല്ലാം നമ്മൾ ലൈസൻസ് കൊടുത്തിട്ടാ ഇന്ത്യയിൽ എല്ലാവരും പാവം ചെയ്യും. Listen to me. ആ ഫ്രൂട്ട് തിന്നുന്നതിന് മുമ്പ് ഇവർക്ക് കള്ളം പറയാൻ പറ്റുന്നു, അവിശ്വസിക്കാൻ പറ്റുന്നു, അനുസരണക്കേട് കാണിക്കാൻ പറ്റുന്നു. ഭർത്താവിന്റെ വാക്ക് വിശ്വസിച്ചില്ല. അല്ലാതെ പോയി ചോദിക്കണ്ടേ, പോയി തിന്നട്ടെ. അപ്പൊ ഭർത്താവിനുള്ള ബഹുമാനം അവർക്ക് ഇല്ല. അപ്പൊ കുടുംബം ആദ്യം കലക്കമുണ്ടാക്കിയതാരാണ്? ഭർത്താവ് വലിയ കൊണ്ട്. എന്നിട്ട് ഇവള് കൊണ്ട് ആർക്കൂടെ കൊണ്ട് കൊടുത്ത് ആ മനുഷ്യരുടെ കുരുക്കി. അപ്പൊ ആ വഞ്ചനയും കൂടെ ചെയ്താരാ? എന്തെല്ലാം കുഴപ്പമൊക്കെ ഉണ്ടാകുന്നു ആലോചിച്ചു. വെരി ഇമ്പോർട്ടന്റ്. അപ്പൊ ജഡത്തിന്റെ പ്രവൃത്തിയുണ്ട്. ജഡത്തിന്റെ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ പീപ്പിൾ ദോസ് ഹു ആർ ലിവിംഗ് അണ്ടർ എ ലോ, ഒരു നിയമത്തിന്റെ കീഴിൽ ഒരുത്തൻ ഇപ്പൊ ജഡത്തിൽ ജീവിക്കാന്ന് പറയാൻ എന്താ? ജഡരക്തങ്ങൾ സ്വർഗരാജ്യം അവകാശമാകത്തില്ല. അതിന്റെ അർത്ഥം എന്താ? അപ്പുറത്തെ ഉപദേശോട് ചോദിക്കരുത്. അവർ പറയും ഇത് മാംസരക്തങ്ങൾ ഇതാന്ന് പറയും. ഇത് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ വെറുക്കുന്ന എന്താ അറിയാമോ? നമ്മുടെ ശരീരത്തെ. ഞാൻ എന്റെ ജഡത്തെ എന്താ ജഡത്തെ കീഴടക്കുക എന്ന് പറയുമ്പോൾ ഉടനെ എന്താ ചിന്തിക്കുന്നത്? ഈ ശരീരത്തെ അല്ലേ നമ്മളെല്ലാം പഠിപ്പിച്ചു വെച്ചിരുന്നത്. നമ്മുടെ ശരീരം നിറച്ച് എന്തുവന്നാ? അയ്യോ, പാപമാ. എന്റെ കണ്ണി പാപമുണ്ട്, എന്റെ ചെവി പാപമുണ്ട്, എന്റെ വായിക്കകത്ത് പാവം, എന്റെ നാക്ക് നിറച്ച് പാവമാണ്. പിന്നെ പല്ലുള്ളതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് പാപത്തെ ചവച്ച് കളയാൻ പറ്റുന്നുണ്ട്. എന്റെ നടപ്പിൽ പാവമാണ്, എന്റെ ഹൃദയം നിറച്ചു. ഇങ്ങനെയല്ലേ പഠിപ്പിച്ചു വെച്ചേക്കുന്നേ? ശരി സാറേ, സമ്മതിച്ചു, ഇത് മുഴുവൻ പാവമാണ്. പിന്നെ ഈ ശരീരത്തിനകത്ത് ആര് വന്ന് വസിക്കുന്നെന്നാ? ആകെ കൺഫ്യൂഷനാ. ഈ മഹാവിശുദ്ധൻ വന്നിട്ട് താമസിക്കുന്നത് ഇതിനകത്ത് തന്നെ. പക്ഷെ ഇത് മൊത്തം പാവമാണ് ഉദ്ദേശിച്ച് പഠിപ്പിച്ചത്. ഇത് എവിടുന്ന് വന്നതെന്നറിയാമോ? ഇതിനോട് ഇച്ചിച്ചി. ഇത് യേശുക്രിസ്തുവിന്റെ സഭയിൽ 1-ാം നൂറ്റാണ്ടിൽ വന്നു കയറിയ ഗ്രീക്ക് യവന സംസ്കാരത്തിന്റെ ഭാഗമാണ്. യഹൂദനെ സംബന്ധിച്ചിടത്തോളം ദൈവം സൃഷ്ടിച്ചതെല്ലാം വിശുദ്ധമാണ്. ആമേൻ. നമ്മൾ കൊലോസ്യ ലേഖനമൊക്കെ വായിക്കുമ്പോൾ പറഞ്ഞിട്ടാ നിങ്ങൾ ആഹാരം വർജിക്കണം. തിമോഥെയോസിന്റെ ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്താ? മാംസം തിന്നരുതെന്ന് അവർ പഠിപ്പിച്ചത്. ഇറച്ചി തിന്നല്ലേ? എനിക്കൊന്ന് ആദ്യം ബീഫ് നിരോധിച്ചത് അവന്മാരാ. സ്വോത്രം. അത് ചാടി കയറി എവിടെ വന്ന് അറബിക്കടലിലൂടെ നീന്തി ഇന്ത്യയെ വന്നിട്ട് അവസാനം ഇവിടെ നോർത്ത് ഇന്ത്യക്കാർക്ക് ബീഫ് മിടുമിടുക്കന്മാർ. അവന്മാരാ ലോകത്ത് ഏറ്റവും വലിയ ബീഫ് കച്ചവടം നടത്തുന്നത്. വേറെ കാര്യം. പിന്നെ പരസ്യമായിട്ട് തിന്നത്തില്ലെന്നേ ഉള്ളൂ. തിന്നലെന്ന് പറയുക. അപ്പൊ ദൈവം വിശുദ്ധമാക്കിയതിനെ അശുദ്ധമെന്ന് എണ്ണാൻ പറ്റത്തെ. ദൈവം എല്ലാം സൃഷ്ടിച്ചെല്ലാം വിശുദ്ധമാണ്. പക്ഷെ ഗ്രീക്കുകാർ വന്നിട്ട് പറഞ്ഞു ഈ ശരീരം എന്ന് പറഞ്ഞാൽ പ്രശ്നക്കാരനാണ്. ഈ കാണുന്ന മെറ്റീരിയൽ വേൾഡ് എന്ന് പറയുന്നത് ഈവിളാണ്. ഈ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന മെറ്റീരിയൽ വേൾഡ് അല്ല, ഈവിളാണ്. വിശുദ്ധം എന്ന് പറയുന്നത് മെറ്റാഫിസിക്കൽ വേൾഡാണ്. അവരുടെ പഠിപ്പീരാണ്. അവരാ നരകം കണ്ടുപിടിച്ച, യേശുവല്ല. അവർ പറഞ്ഞു ഈ ഈവിൾ വേൾഡ് മുഴുവൻ എവിടെ പോയി അവസാനിക്കും? എൻഡ് ഓഫ് ഇൻ ഹെൽ. അവർ വന്നിട്ട് പറഞ്ഞു യേശു ക്രിസ്തു ജഡത്തിൽ വന്നിട്ടില്ല. പഠിപ്പിച്ചു, സഭയിൽ വന്ന് പഠിപ്പിച്ചു. 150 AD 150 ആകുമ്പോഴേക്കും യേശു ക്രിസ്തുവിന്റെ സഭയ്ക്കകത്തെ 2/3 ഗ്രൂപ്പും ഗ്നോസ്റ്റിസത്തിന്റെ പുറകെ പോയി. ചരിത്രങ്ങൾ പഠിക്കണം. അവർ പറഞ്ഞു പണം കുഴപ്പമാണ്, പൈസ കുഴപ്പമാണ്, ആരോഗ്യം കുഴപ്പമാണ്, ശരീരം സംബന്ധിച്ച് എന്തെങ്കിലും ഉണ്ടോ അത് ദൈവികമല്ല. അതുകൊണ്ട് ശരീരത്തെ അടിമയാക്കിക്കോണം, ഫുഡ് കൊടുക്കാൻ പാടില്ല, നല്ല ആഹാരം കഴിക്കാൻ പാടില്ല, എങ്ങനെയും ബോഡിയെ ഇങ്ങനെ കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കും. യേശു ക്രിസ്തു ജഡത്തിൽ വന്നിട്ടില്ല. കാരണം ജഡത്തിൽ വരുന്നതെല്ലാം ഈ വിള. അതുകൊണ്ട് അത്യുന്നതനായ ദൈവത്തിന് മനുഷ്യവേഷത്തിൽ വരാൻ പറ്റില്ല. അതായിരുന്നു 1-ാം നൂറ്റാണ്ടിലെ ഏറ്റവും ശക്തമായ നിലയുള്ള ദൈവദൂഷണം. ആമേൻ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് നിങ്ങൾ ലേഖനം വായിക്കണം. യോഹന്നാന്റെ ലേഖനം വായിക്കുമ്പോൾ എഴുതി വെച്ചിട്ടില്ല യേശു ക്രിസ്തു പറഞ്ഞേ, യേശു ക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് വിശ്വസിക്കാത്ത എടുക്കണ്ട ഏതൊരാത്മാവും
അത് ദൈവത്തിൽ നിന്നുള്ളതല്ല, എതിർ ക്രിസ്തുവിന്റെ ആത്മാവത്രേ, വ്ളാഡിമൽ പുടിന്റെ ആത്മാവെന്നല്ല. എനിക്ക് ചിരി വരുന്നറിയാമോ? ഇപ്പൊ തട്ടുമെന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യുന്നതാണ്, അന്നേരമാണ് അവിടെ കരാറുണ്ടാക്കി ഹാപ്പിയായി. റഷ്യ ഇസ്രായേലിനെ ആക്രമിക്കാൻ വരുന്നു. റഷ്യ പറഞ്ഞ് ഞാൻ വരുന്നില്ല, പോടെയെന്ന്, എനിക്ക് വേറെ ജോലിയുണ്ടാണ്. നല്ല രസകരമായ നിലയിൽ അന്ത്യകാല പ്രഭാഷകർ ചീറ്റിക്കൊണ്ടേയിരിക്കുന്നു. ബും ബും ബും. എടാ വെടി പുക പോലും ഇല്ല. ഇപ്പൊ ഓരോന്നും അങ്ങ് ചീറ്റു. ഇപ്പൊ തന്നെ യൂറോപ്പ് മുഴുവൻ ക്രിസ്തുവിന്റെ ആ ജീവനിലേക്ക് തിരിയും. അമേരിക്ക മൊത്തം ക്രിസ്ത്യൻ വെളിപ്പാടിലേക്ക് തിരിയും. നിങ്ങൾ എന്ത് വിചാരിച്ചത്? കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇവിടുത്തെ റിലീജിയൻ ഔട്ടായി യേശുവിന്റെ രാജ്യം ഈ ലോകത്ത് വളരും. കുറിച്ച് എഴുതി വെച്ചു. ഇന്ത്യയിൽ വളരുമെന്നേ, ഇന്ത്യ വളരുമെന്നേ. ക്രിസ്ത്യാനി മതപരിവർത്തനം നിർത്തി ഇൻഫ്ലുവൻസ് ആകണം ചർച്ച്. ഹല്ലേലൂയ. വീട്ടിലോളം കയറി അറിയേണ്ട, വള്ളി വരണം എന്നല്ല വിളിക്കണ്ടേ. നിന്നെ കാണുമ്പോൾ അവൻ അറിയാതെ ഇങ്ങോട്ട് വരണം. ഇപ്പൊ എന്തുകൂടാ വ്യത്യാസം? പക്ഷെ നിന്നെ കണ്ട അവൻ ഏഴേലത്ത് വരത്തില്ല. അതിനേക്കാളല്ല ഞങ്ങൾ അമ്പലത്തിൽ പൊക്കോളം എന്ന് പറയും. കാരണം ഒന്നും ഇവിടെ സ്നേഹമില്ല. സത്യം പറയാലോ, ഞാൻ ലൈഫ് കമ്മ്യൂണിറ്റിയെ കുറ്റപ്പെടുത്തുമല്ലേ, നമ്മുടെ ഇടയിൽ കുറെ കുറുക്കന്മാരുണ്ട്. യേശുവിന്റെ രക്തത്താൽ സ്നേഹത്തോടെ പറയാട്ടോ. അതിനകത്ത് ഇവിടെ ഉണ്ടോന്ന് അറിയത്തിലുണ്ടെങ്കിൽ തങ്ങളെ തന്നെ തല കഴിച്ച് ആമയം പറഞ്ഞാൽ മതിയോ? നമ്മൾ എന്ത് ചെയ്താലും അവർക്ക് മനസ്സിലാകത്തില്ല. ഞാൻ അങ്ങനെ തുറന്നു പറയാം. അങ്ങനെ അല്ല. നമ്മൾ ഏറ്റവും കൂടുതൽ വൈസ് പീപ്പിൾ എവിടെ വേണമെന്ന് അറിയുമോ? ഏറ്റവും കൂടുതൽ ജ്ഞാനികൾ നമ്മുടെ ചർച്ചയിലാണ്. ഏറ്റവും കൂടുതൽ വിവേകമുള്ളവരോടാണ്. ഞാൻ ഇന്ന് രാവിലെ മെസ്സേജ് കുറിച്ചപ്പോൾ എന്റെ മനസ്സിൽ പറഞ്ഞു, അന്യഭാഷ പറയാൻ എന്ത് എളുപ്പമാണ്, രോഗശാന്തി നടത്താൻ എന്ത് എളുപ്പമെന്നറിയോ? എല്ലാവരും കൈ ഉയർത്തി ഇപ്പോൾ കയ്യിലൂടെ ദൈവശക്തി വ്യാപരിക്കുന്നു. അടിപൊളിയെ നിങ്ങൾ കൈ ഉയർത്തുകയും ചെയ്യും, എന്തായാലും പെരുപ്പ് ഉണ്ടാവുകയും ചെയ്യും. ശരിയാ, കുറെ വീടുകളൊക്കെ നടക്കും. കൃപാവനം ഉപയോഗിക്കാൻ എളുപ്പമാണ്, പ്രവചിക്കാൻ എളുപ്പമാണ്. ശനി ഞാൻ ഒന്ന് എന്റെ ശബ്ദമൊക്കെ അങ്ങോട്ട് മാറ്റി ഒരു വൈബ്രേഷൻ കഴിഞ്ഞാൽ ഈ ആളല്ല അപ്പുറത്ത് ആൾ പറയുന്നത് വിശ്വസിക്കും. പിന്നെ നടക്കണോ നടക്കണ്ട എന്നുള്ളത് പടയവന്റെ തീരുമാനം. കാരണം രണ്ടാമത്തെ ഇതിനകത്ത് വേറൊരു പ്രശ്നമുണ്ട്. പ്രവചനം കേൾക്കാൻ എളുപ്പവും ജീവിതത്തിൽ ഒരിക്കലും നടക്കാത്തതുമാണ്. കാരണം പറയുന്ന ആളും കേട്ട ആളും തമ്മിൽ പിന്നെ കണ്ടുമുട്ടാൻ സാധ്യത കുറവാണ്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ പ്രവചിക്കാത്തത്. കാരണം എല്ലാ ആഴ്ചയിലും എനിക്ക് നിങ്ങളെ കാണാനല്ല, ഉള്ള ക്രെഡിബിലിറ്റി കളയുന്നുണ്ട്. പക്ഷെ നമ്മൾ വിളിക്കുന്ന പ്രവാചകനല്ല. വീടിന്റെ അയലത്തൂടെ അത് പോകുന്നുണ്ട്, മുമ്പിൽ നദി കാണുന്നുണ്ട്, മുമ്പിൽ തെങ്ങ് കാണുന്നു. തെങ്ങില്ലാത്ത ഏത് വീടാണോ കേരളത്തിൽ നോക്കാം? പിന്നെ കാണുന്നുണ്ട്, അയ്യോ ഉണ്ട് പാസ്റ്ററെ, ഉണ്ട് ഉണ്ടയുണ്ട്, ഉണ്ട് തേങ്ങയുണ്ട്, മാങ്ങ. ഇത് കേട്ടിട്ട് ആനന്ദം പുളകിതരാകുക. അവസാനം പറയുന്നുണ്ട്, ഇന്നൊരു ഷിഫ്റ്റ് നടക്കാൻ പോവാ. ഞാൻ പറ ശരിയാ, രണ്ടാമത്തെ ഷിഫ്റ്റ് ജോലിക്ക് പോകണം, ഷിഫ്റ്റ് നടക്കാൻ പോവാ. ഇത് കേൾക്കുമ്പോൾ രസാ. ഇന്നൊരു ടേക്ക് ഓഫ് നടക്കുന്നു. നിങ്ങളുടെ ഫ്ലൈറ്റ് ഇങ്ങനെ മൂവ് ചെയ്യുന്ന കാണുന്നു, ഒരു ടേക്ക് ഓഫ് നടക്കുന്നു കേട്ടോ. ഇപ്പൊ ഞാൻ ചുമ്മാ കണ്ടില്ല, അവരോട് പറഞ്ഞ ഓഹ് സ്തോത്രം, വഴി ഇങ്ങനെ തുറന്നു വരാൻ പോകുന്നു. ഈ ടേക്ക് ഓഫ് ഒക്കെ പറഞ്ഞിട്ട് ഞാൻ ഇവിടെ പോകുന്നറിയാമോ? നിങ്ങൾ കേട്ട സന്തോഷത്തില് ഞാനും ഉള്ള ഓത്തരാഴ്ച വാങ്ങിച്ചിട്ട് വീട്ടിൽ പോകും. നിനക്ക് ടേക്ക് ഓഫ് വരുന്നോ? വീട്ടിന്റെ മുമ്പിലെ തേങ്ങയ്ക്കകത്ത് കരിക്ക് പിടിക്കുന്നോ? ഇതൊന്നും പിന്നെ ആരറിയുന്നില്ല. എന്റെ സഹോദരങ്ങളെ, കൃപാവരമൊക്കെ ഉപയോഗിക്കാൻ എളുപ്പം. അതുകൊണ്ടാണ് വചനസത്യത്തിലേക്ക് വരാൻ പാടാ. ഒഫൻഡഡ് ആകരുതെന്ന് പറയാ. എങ്ങനെയൊന്നും ശരിയാവും? ആലോചിച്ച് നിന്റെ സഹോദരൻ നിന്നോട് എന്തെങ്കിലും ഒരു തെറ്റ് പറഞ്ഞാൽ നീ ആ വാക്കിൽ ഒഫൻഡഡ് ആവരുത്. പഠിപ്പിക്കുക, ഡോണ്ട് ബി ഒഫൻഡഡ്. എങ്ങനെ നടക്കും? ഉളപട കടപല അന്യഭാഷ പറഞ്ഞിട്ട് പ്രവചിക്കുന്ന പോലല്ലേ ഇത്? കാരണം നമ്മളെ ആരെങ്കിലും ഒരു വാക്ക് തെറ്റിച്ച് പറഞ്ഞാൽ തിരിച്ച് രണ്ടെണ്ണം പറഞ്ഞാൽ സ്വസ്ഥതയില്ല. എനിക്കും അങ്ങനെയൊക്കെ ഉണ്ട് സ്വഭാവം. ഞാൻ മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടല്ലേ ഞാൻ ഇതൊന്നും പ്രസംഗിക്കാത്ത. അറിയാതെ വരും, നമുക്ക് ഇങ്ങനെ പൊങ്ങി വരും. പിന്നെ അങ്ങ് അടക്കും, മിണ്ടടാ തിരിയടോ. അവസാനം ഇതങ്ങനെ കൊല്ലണം, പിടിച്ച് ഞെക്കി കൊല്ലണം. രണ്ടാമത്തത് ഹിപ്പോക്രസി. ഹിപ്പോക്രസി എന്തുവാ? എന്നോട് കഴിഞ്ഞ ദിവസം ഒരാൾ പാസ് ഈ ലൈവ് ഒക്കെ നടത്തുമ്പം നല്ല ഭാഷ, ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ എന്റെ മലയാളത്തിൽ ഇങ്ങനെയൊക്കെ വരത്തുള്ളൂ സ്തോത്രം. പിന്നെ എനിക്ക് വിശുദ്ധിയിൽ പ്രസംഗിക്കാം. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, എന്നെ കേൾക്കുന്ന നിങ്ങളുടെ മേൽ കർത്താവ്, ഞാൻ അങ്ങനെ പറഞ്ഞാൽ ഞാൻ എന്റെ കർത്താവ് പറയും, ഈ പ്രാവശ്യത്തെ ഫരത്ത് അവാർഡ് ജോൺ ലോറൻസിന് കൊടുക്കണം. കാരണം അടിപൊളി അഭിനയാണ്. അഭിനയണത് ഹിപ്പോക്രസി എന്ന് പറയും. ദൈവത്തിന് ഏറ്റവും ഇഷ്ടമല്ലാത്ത കാര്യം എന്നറിയോ? എടാ നീ അസറ്റിസ് ആയിട്ട് പോവാ. ഞാനെപ്പോഴും പറയണ്ട, മുടിയമ്പുത്രൻ വീട്ടിൽ വരുമ്പോ അപ്പുറത്ത് വാൽ ഹുസൈന്റെ ഷൂ ചെരുപ്പിട്ടോണ്ട് വരരുത്, അല്ല ചെരുപ്പിട്ട് ഉടുപ്പ് മാറി വരരുത്.
ആ പന്നിക്കൂട്ടിലിട്ട ഉടുപ്പുമായിട്ട് വരണം. ദൈവത്തിന് ഇഷ്ടം നീ വേഷം മാറി വരുന്നതല്ല. ദൈവത്തിന് ഇഷ്ടം നീ ഉള്ള അവസ്ഥയിൽ വരുന്നതാ. God hates hypocrisy. Pretending yourself. നീ ആരോ ആണെന്ന് അഭിനയിക്കുക. വേറെ പ്രധാന വിഷയം കൂടെ പറഞ്ഞ അമ്പാവട. ഞാൻ പറഞ്ഞില്ലേ, ഹീലിംഗ് ഇസ് വെരി, ആത്മവരങ്ങൾ ഉപയോഗിക്കുന്ന എളുപ്പമാണ് സഭയ്ക്കകത്ത്. ഒരു പ്രശ്നമില്ല. പാട്ട്, ആരാധന, ജനങ്ങളെ ഇമോഷൻ നടന്ന് എളുപ്പമാണ്. പക്ഷെ ലീഡിങ് പീപ്പിൾ ടു ദ ലൈഫ് ഓഫ് ക്രൈസ്റ്റ് ഇസ് വെരി ഹാർഡ്. വെരി ഹാർഡ്. വെരി ഹാർഡ്. പ്രൈസ് ദി ലോർഡ്. മറ്റൊരാണ് വിധിക്കുക അല്ലേ? ഉടനെ നമ്മൾ എന്ത് ചെയ്യും? എന്തൊരു കാര്യം കേട്ടാലും വിധിക്കും. കഴിഞ്ഞ ദിവസം ചേച്ചിയുടെ ഭർത്താവിനെ അടിച്ചുകൊണ്ട് അനിയത്തി പോയി. അത് ലൈവ് ഇട്ട് നമ്മൾ കണ്ടായിരുന്നല്ലോ എല്ലാവരും. അവർ കൊച്ചു ഭാവയിലിരുന്ന് ഞങ്ങൾ പോവാ കേട്ടോ, ഞങ്ങൾ പ്രിയപ്പെടുന്ന ചങ്കാണ് എന്നൊക്കെ പറഞ്ഞ് ഇടുക. യോ, അതിന്റെ താഴെ വന്ന് കിടക്കുന്ന കമന്റ് കണ്ടാൽ വരും, ഇവന്മാരെല്ലാം വെള്ളസിംഹാസനത്തിൽ ഇരിക്കുന്ന പുള്ളികളാണ്. അത് ഇട്ട കമന്റുകൾ എനിക്ക് തോന്നി തരുമോ, ഇവന്റെയൊക്കെ വീട്ടിൽ ഭാര്യക്ക് അനിയത്തി ഇല്ലാത്തതുകൊണ്ടാണ് ഈ കമന്റ് ഇട്ടായിരുന്നെങ്കിൽ ഇവൻ ലൈവ് ഇടേണ്ട അവസ്ഥ വന്നേ. കാരണം നമുക്ക് എന്ത് പ്രശ്നം വന്നാലും നമ്മൾ ആദ്യം എന്ത് നടത്തും? വിധിക്കും. ശ്രദ്ധിക്കണേ, വിധിക്കും അല്ലേ? എന്റെ പ്രിയപ്പെട്ടവർ, നമ്മൾ കാണുന്ന സോഷ്യൽ മീഡിയയിൽ നമ്മൾ അറിയാതെ അവർ രണ്ടെണ്ണം കൊള്ളണം ഇങ്ങനെ പറയത്തില്ലേ? അതേതാണെന്നറിയാമോ? നീ ആ കൊള്ളണം എന്ന് പറഞ്ഞില്ലേ, ആ മനസ്സിൽ പറഞ്ഞില്ലേ, അത് സ്വർഗത്തിലെ ദൈവം എഴുതി വെച്ചേക്കും. അവനോ അവന്റെ വേണ്ടിയുള്ള ഒരു വിധി പ്രഖ്യാപനം നടത്തി എഴുതി വെച്ചേ. അടുത്ത പ്രാവശ്യം നീ ഇതുപോലൊരു കൊനസ്തി വരുമ്പോൾ തമ്പുരാൻ പറയും, നീ ഇന്ന സ്ഥലത്ത് ഇന്ന വിഷയത്തിൽ ഇന്ന വിധി പ്രഖ്യാപനം നടത്തിയോണ്ട് സുപ്രീം കോടതി ഇത് ലോ ആയിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു, അത് നിനക്കും വരട്ടെ. ഈ മുഴുവൻ വിശ്വാസികളും വിധിക്കപ്പെടുന്നത് എങ്ങനെയാണെന്നറിയോ? അവര് സ്വന്തമായിട്ടങ്ങ് വിധി എഴുതി വെച്ചേക്കുക. ചിലരാണെങ്കിൽ എഴുതിയ പുസ്തകം ഭൂമി തന്നെ ഒതുങ്ങാത്ത പുസ്തകമായി, ഫുള്ള് വിധിയാ. ആ പാസ്റ്റർ തെറ്റി വീണു, അവൻ വീണവനാണ്. ഇവനോ, എടാ ആ വീണവൻ എഴുന്നേറ്റ് പോയി, ഇവൻ ആ തറ കിടന്നായി പറയുന്നത്. തറ കിടന്ന് തന്നെ പാടിക്കൊണ്ടാവും പറയുന്നത് അങ്ങ് വീണു. സ്വർഗം പറഞ്ഞു, നീ എഴുതി വെച്ചല്ലോ. എടാ, ദാവീദ് എന്ന് പറയുന്നവൻ കരുണ കാണിക്കാൻ പറഞ്ഞില്ല. എന്തുകൊണ്ടാ പറഞ്ഞു? കരുണയുള്ളവനോട് കരുണയുള്ള ദൈവം. ദൈവത്തിന്റെ സ്വഭാവം അത്. തെറ്റ് ചെയ്തു, വലിയ തെറ്റ് ചെയ്തില്ലേ? എന്താ തെറ്റ് ചെയ്ത പുള്ളി? വ്യഭിചാര പാപം ചെയ്തു. ഞാൻ എന്തുകൊണ്ടാണ് ദൈവം അവനെ എറിഞ്ഞ് കൊല്ലാൻ പറയാൻ? ഞാൻ എപ്പോഴും മനസ്സിലാണ്, ഹൂ എക്സിക്യൂട്ടീവ് ലോ? ആരാ ഈ ലോ എക്സിക്യൂട്ട് ചെയ്ത്? മോസസാണ്. ഉദാഹരണം പറയാം. ശബത്തിന്റെ അന്ന് വിറക് വറക്കുക, കൊച്ചിന് പാല് ഇറത്തി കൊടുക്കാൻ വേണ്ടി വിറക് വറക്കൊണ്ടിരുന്നപ്പോ ഒരുത്തൻ കണ്ടു, അന്നും ഉണ്ടായിരുന്ന മലയാളി അവിടെ. അതാണ് മലയാളി നല്ല ഒന്നും കാണത്തില്ല. ആ ദൈവദാസനെ, നമ്മുടെ വിശ്വാസി വിറക് വറക്കുന്നു, അതും ശബത്തിൽ. എന്ത് ചെയ്യണം? കിളവനാണെങ്കിൽ നോക്കിയിട്ട് പറഞ്ഞ് തപ്പി നോക്കട്ടെ, എന്ത് എഴുതി വെച്ചേക്കുന്നത്? ശബത്തിൽ വിറക് വറക്കരുതെന്നും ഇന്നില്ല, ശബത്തിൽ ഒരു ജോലി ചെയ്യുന്നുണ്ട്. അവസാനം മോശ എന്ന അപ്പൂപ്പൻ കിളവൻ എന്ന് പറഞ്ഞുകൊണ്ട്, ക്ഷമിക്കണം, ഇനി നാളെ അത് വെട്ടിക്കൊണ്ടുപോയി എന്തെങ്കിലും ചെയ്യല്ലേ. ഞങ്ങളുടെ നാട്ടിൽ കിളവൻ എന്നാ വിളിക്കുന്ന തോത്രം. ഇയാൾ എഴുതി വെച്ചേക്കുക, എറിഞ്ഞങ്ങ് കൊന്നേക്കാൻ. മോശ പറഞ്ഞ എറിഞ്ഞങ്ങ് കൊന്നേര്. എന്തോ എറിഞ്ഞങ്ങ് കൊന്നേക്കാൻ കാരണം കാണിച്ചില്ല. അവസാനം തരുമോ? വിറക് പറക്കുന്നതിനെ എറിഞ്ഞു കൊല്ലാൻ കൽപ്പിച്ച മോശമാണ് പറഞ്ഞു, ഒരു ദിവസം നിനക്കും വരുവാടാ, നീ എഴുതി വെച്ചു. എന്തുവാ? ഇതുപോലൊരു വിറകെടുത്ത് നീ പാറക്കിട്ട് രണ്ടടി കൊടുക്കും ദേഷ്യപ്പെട്ട്. അന്ന് നിന്റെ പോക്ക് ഞാൻ അങ്ങ് ക്യാൻസൽ ചെയ്യും. ഹലോ, ഈ വിറ പറക്കുന്ന ദൈവം കണ്ടോ? കണ്ടു. അത്യുന്നതനെ കാണാൻ പറ്റുമല്ലോ? കാണാൻ പറ്റും. ശിക്ഷിക്കണമെങ്കിൽ ആര് കൊടുക്കണം? ദൈവം തന്നെ ഇടിമിന്നലിച്ച് ടൂ നടിച്ചങ്ങ് ചത്താ പോരെ? എന്താ അങ്ങ് ഒന്ന് തീർന്ന്? ഒരു പ്രശ്നമല്ല മോനെ. ഇത് മനുഷ്യന്റെ കഠിന ഹൃദയം എന്താണെന്ന് മനസ്സിലാക്കിക്കാൻ ഈ പ്രമാണം കൊടുത്തു. ദാവീദ് മിടുക്കനാ. അങ്ങേർക്ക് കൃപ അറിയാം, അങ്ങേർക്ക് പ്രമാണം അറിയാം. അങ്ങേര് കുഴപ്പം കാണിക്കുമ്പോൾ ഒറ്റ ചാട്ടത്തിന് കൃപയ്ക്കാത്തിയാണ് സൂത്രം. കാരണം അന്ന് മുതൽ, അതായത് ഏതൻ മുതൽ രണ്ട് സ്ട്രീമാണ്. ഒന്ന് നിയമത്തിന്റെ സ്ട്രീമുണ്ട്, മറ്റേ ദൈവത്തിന്റെ കരുണയുടെ സ്ട്രീമുണ്ട്. കമാൺ, മനസ്സിലായി ഞാൻ പറഞ്ഞത്? ഇതിന്റെ തെളിവ് പറയാം. കല്ലെറിയാൻ കൊണ്ടുവന്ന സ്ത്രീയോട് മിശിഹാ തമ്പുരാൻ പറയുന്നുണ്ട്, നിങ്ങൾ ഈ പാപമില്ലാത്തവരെ കല്ലെറിയിട്ട്, അവളോട് പറയല്ല, കൊണ്ടുവന്നോട് പറയുക. പക്ഷെ ക്രൈസ്റ്റ് അവിടെ എന്ത് ചെയ്തോണ്ടിരിക്കുക? എഴുതുന്ന, ഞാനൊരു ജൂയിഷ് റബി പഠിപ്പിച്ചത് ഇങ്ങനെയാണ്. ജീസസ് ക്രൈസ്റ്റ് റൈറ്റ് ചെയ്ത് രണ്ട് കാര്യം എഴുതി. യൂത്ത് ഹേ യാഹ്, യഹോവയായ ദൈവത്തിന്റെ നാമത്തിലെ ആദ്യത്തെ രണ്ട് അക്ഷരമാണ് എഴുതുന്നത്. ആദ്യം യൂത്ത് എന്ന് എഴുതിയിട്ട് വെയിറ്റ് ചെയ്യുക വിരലുകൊണ്ട്. യൂത്ത് എന്ന വാക്കിനർത്ഥം കൈ എന്നാണ്.
കരം. യഹോവയുടെ കൈ വീര്യം പ്രവർത്തിക്കും, യഹോവയുടെ കൈ ശിക്ഷിക്കും, യഹോവയുടെ അഴിതരും, യഹോവയുടെ കൈക്ക് ജഡ്ജ്മെന്റ് നടത്താൻ പറ്റും. യൂത്ത് എന്ന് എഴുതിയിട്ട് പറഞ്ഞു, നിങ്ങളിൽ പാപമില്ലാത്തവൻ കല്ലെറിയട്ടെ. ചോദ്യം ഇങ്ങനെയാണ്, അവിടെയുള്ള പ്രമാണിമാർ വായിച്ചു പറഞ്ഞടാ അടി വാങ്ങിച്ചു കിട്ടും. സ്വന്തം കാരണം കൈയാണ് എഴുതിയേക്കുന്നത്. യഹോവയുടെ നാമത്തിന്റെ ആദ്യത്തെ അക്ഷരം എന്തോ? യു ആർ ഗോയിങ് ടു ഗെറ്റ് ജഡ്ജ്മെന്റ്. ന്യായവിധി വരാൻ പോവാ. കല്ലെറിയ നിങ്ങളിൽ പാപമില്ലാത്തവർ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞിട്ട് കർത്താവ് വീണ്ടും എഴുതി എന്ന് എഴുതിയിരിക്കുന്നത്. വീണ്ടും എന്തെഴുതി? ഹേ എന്നെഴുതി. ഹേ എന്ന വാക്കിനർത്ഥം ഗോഡ് ഈസ് ഗ്രേഷ്യസ്, ദൈവം കൃപയുള്ളവനാണ്. ഓ മൈ ഗോഡ്. ഒന്ന്, ദൈവം ന്യായം വിധിക്കുന്നവനാണ്. രണ്ട്, ദൈവം കൃപയുള്ളവനാണ്. കൃപയുള്ളവനാണെന്ന് എഴുതിയപ്പോ ചോദിച്ചു, എറിയുന്നോ? ഇല്ല. കല്ല് താഴിട്ട് പോയെന്താ? എന്തായാലും പിടിയിട്ട് എന്നൊക്കെ ദൈവപുത്രൻ അവിടെ വെളിപ്പെടുത്തി. നിങ്ങൾക്ക് രണ്ട് കാര്യം ചൂസ് ചെയ്യാം. ഒന്ന്, നിങ്ങൾ വിധിച്ചോ, പക്ഷെ നിങ്ങൾ ചെയ്ത കുറ്റത്തിനും കൂടെ വിധി ഉണ്ടാവും. അതേസമയം കരുണ കാണിക്കാമെങ്കിൽ ആർക്കൂടെ കരുണ കിട്ടും? നിങ്ങൾക്കും കിട്ടും കരുണ. കല്ലിട്ടിട്ട് താഴെ ഓടിപ്പോയതിന്റെ കാരണം അവൾക്ക് കിട്ടി, അതേ കരുണ ആർക്കും കിട്ടി. രണ്ട് സ്ട്രീമാ. ദാവീദിനറിയാം, മഹാപാപിയ. രണ്ട് ഡബിൾ ക്യാപിറ്റൽ പണിഷ്മെന്റ് കിട്ടാനുള്ള പാപം ചെയ്തിട്ടുണ്ട്. ഊറിയാവിന്റെ ഭാര്യയെ വശീകരിച്ച് വീട്ടിൽ കൊണ്ടുവന്നു താമസിപ്പിക്കുന്നു. അവന്റെ ഭാര്യയെ തട്ടിയെടുത്തു. ഊറിയാവിനെ യുദ്ധക്കളത്തിൽ മുമ്പിൽ കൊണ്ടു നിർത്തി ഉപായം പ്രയോഗിച്ച് അവനെ കൊന്നു കളഞ്ഞു. രണ്ട് ക്യാപിറ്റൽ പണിഷ്മെന്റ്. 2 പ്രാവശ്യം തൂക്കിക്കൊല്ലണം. ഞാൻ മനസ്സിലായി, പ്രമാണം നോക്കിയാൽ പറ്റത്തില്ല, പുതകം നോക്കിയാൽ പറ്റത്തില്ല. ഒരൊറ്റ കഴിയും, ദൈവത്തിന്റെ ദയയിൽ ശരണപ്പെടണം. 51-ാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ എഴുതി, ദൈവമേ നിന്റെ കരുണയുടെ മഹത്വ പ്രകാരം എന്റെ ലംഘനങ്ങളെ മായ്ച്ചു തരണം. ആമേൻ. ഹല്ലേലൂയ. He took the mercy of God. ഞാൻ പറഞ്ഞു വരുന്നത്, സിൻ എന്ന് പറയുന്നത് അവിടെ നമ്മൾ ഒത്തിരി കയറി ഇങ്ങനെ വരിക. ചേർത്തര ഹല്ലേലൂയ എന്നൊക്കെ പറഞ്ഞു. ഓക്കെ, പ്രൈസ് ദി ലോർഡ്. ഞാൻ ഒന്നുകൂടെ പറയാം, ന്യൂ ടെസ്റ്റമെന്റിലേക്ക് നമ്മൾ വരുമ്പോ പാപത്തിന് ആര് പരിഹാരം വരുത്തുക? ക്രൈസ്റ്റ്. ലോകത്തിന്റെ പാപം എന്താണ്? സീരിയസ് ആയിട്ട് കേൾക്കുമ്പോൾ ഉടനെ വരും, അത് അവൻ ആ പാപം ചെയ്യുന്നില്ല, ഇവന്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുക. സിൻ എന്ന് പറയുന്നത് ജഡത്തിന്റെ പ്രവൃത്തികളും തമ്മിൽ ഏകദേശം നമ്മൾ കാണുമ്പോൾ ഒരു സെയിം, പക്ഷെ ഇതിന്റെ ഉത്ഭവം ഒന്നല്ല. സിൻ ഈസ് സെപ്പറേഷൻ ഫ്രം ഗോഡ്. അത് കൊണ്ടുവന്നത് ആര് മുഖാന്തരം? ന്യായപ്രമാണം. എവിടെ ന്യായപ്രമാണം ഉണ്ടോ അവിടെ മാത്രമേ എന്തുള്ളൂ? അങ്ങനല്ല എഴുതിയേക്കുന്നേ. ന്യായപ്രമാണ ലംഘനം ഉള്ളിടത്ത് പാവം കണക്കിടുന്നു, ലംഘനം ഇല്ലാത്തടത്തോ. ലംഘനത്തിന്റെ, അതായത് ഒരു നിയമം ഉണ്ടെങ്കിൽ മാത്രമേ നിയമത്തിന്റെ ലംഘനം ഉള്ളൂ. അല്ലേ? ഇപ്പൊ 100 കിലോമീറ്റർ സ്പീഡിലേ വണ്ടി ഓടാൻ പാടുള്ളൂ എന്ന് എഴുതിയിരിക്കുന്ന റോഡിൽ 120 കിലോമീറ്റർ സ്പീഡിൽ ഓടിയാലോ ലംഘനമാകും. 120 എഴുതിയിട്ടില്ല, അതിൽ ഞാൻ 140 ഓടിയാലോ? സൂക്ഷിച്ച് ഓടിക്കണമെന്നേ ഉള്ളൂ. അത്രേ ഉള്ളൂ. 140 150 പക്ഷെ സൂക്ഷിച്ച് ഓടിച്ചോണം. പക്ഷെ നിനക്ക് എന്ത് വരത്തില്ല? അതാ പറഞ്ഞത്, നമ്മൾ ലോകത്ത് ജീവിക്കുമ്പോ നമ്മുടെ പാപം കണക്കിടുന്നതിന് പകരം നമ്മൾക്ക് അതിന്റെ കോൺസിക്വൻസ് ഉണ്ട്. അത് പറഞ്ഞു നല്ല അമ്മയും പറ, കോൺസിക്വൻസ് അനുഭവിച്ചോണം. ജീവിതത്തിൽ തെറ്റ് സംഭവിച്ചാൽ തെറ്റ് സംഭവിച്ചെന്ന് പറയാനുള്ള ബുദ്ധി വേണം. ആമേ. അതിന് ശിക്ഷ വാങ്ങിക്കണേ, ശിക്ഷ നന്നായിട്ട് വാങ്ങിച്ചോണം. അതിനകത്ത് ഭയപ്പെടുകയൊന്നും വേണ്ട. ദർ ഇസ് എ കോൺസിക്വൻസ്. അല്ലേ? മുള്ളെടുത്ത് വായിലിട്ട് ചാച്ചാലോ? വായ മുള്ളുകൊള്ളൂ, അത്രേ ഉള്ളൂ. അയ്യോ ദൈവമേ, നീ തന്ന മുള്ളല്ലേ, നീ സൃഷ്ടിച്ച മുള്ള വായിട്ട് ജാഗ്രതയോടായിരുന്നു. കോൺസിക്വൻസ് ഫോർ എവറിത്തിങ് എന്ന് പറഞ്ഞാൽ എവറി ആക്ഷൻസ്, നമ്മുടെ പ്രവൃത്തികൾ. ഞാൻ അതിലേക്ക് പോവല്ല, ശ്രദ്ധിക്കൂ. അപ്പം ലോകത്തിന്റെ പാപത്തെ ചുമന്ന ദൈവത്തിന്റെ, ഞാൻ ഒറ്റ കാര്യം പറഞ്ഞ് ഞാൻ നിർത്താം കേട്ടോ. അടുത്ത ആഴ്ച ഇതിന്റെ ബാക്കി പറയാം. കർത്താവിനെ രക്ഷിച്ചു സ്തോത്രം. കാരണം എങ്ങനെ പറയുമെന്ന് ഞാൻ കഷ്ടപ്പെടുമായിരുന്നു. അടുത്ത ആഴ്ച ഒരാഴ്ച കൊണ്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ. അപ്പൊ ഏത് പാപം എടുത്തു മാറ്റേണ്ടത്? ശ്രദ്ധിക്കൂ. ലോകം ഏതാണ്? ജൂയിഷ് വേൾഡ്. ദ പീപ്പിൾ ദോസ് ഹു ആർ അണ്ടർ ദ കവനന്റ് ഓഫ് മോസസ്. ദാറ്റ് വേൾഡ്. ആ വേൾഡിലാ പാപം. കാരണം അതുകൊണ്ടാണ് പറഞ്ഞത്, പാപത്തിന്റെ ശക്തി, മരണത്തിന്റെ വിഷമുള്ള, എല്ലാവരും കേൾക്കും, മരണത്തിന്റെ വിഷമുള്ള പാപം. മരണം പാപവും ഒരുമിച്ചാണ്. പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണം പിടികിട്ടിയോ? അതായത് ജീസസ് ക്രൈസ്റ്റ് വന്നു പിറന്ന ആ ഹൗസ്, ജീസസ് ക്രൈസ്റ്റ് വന്ന ആ ബോഡി പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണമാണ്. എവിടെ സിന്നുണ്ടോ അവിടെ ഡെത്ത് ഉണ്ട്. എവിടെ ഈ പാമ്പ് കടിക്കുന്നോ അവിടെ മരണം സംഭവിക്കും. പക്ഷെ ഈ വിഷമുള്ള പാമ്പിനെ ശക്തിപ്പെടുത്തുന്നത് ന്യായപ്രമാണമാണ്. ഓ, ഗ്ലോറി ടു ഗോഡ്.
അപ്പൊ പ്രമാണം വന്നിട്ട് ഈ സർപ്പത്തിന്, ഈ വിഷമുള്ള പാപത്തിന് എന്ത് ചെയ്യും? ശക്തി കൊടുക്കുന്നു. ഈ പാപം എന്ത് ചെയ്യുന്നു? മനുഷ്യനെ കൊത്തുന്നു, മനുഷ്യൻ മരിക്കുന്നു. അടുത്ത ചോദ്യം, ജീസസ് ക്രൈസ്റ്റ് അബോളിഷ് ദ ലോ. യേശു ക്രിസ്തു ന്യായപ്രമാണത്തിനും നീക്കം വരുത്തി. ആമേൻ. കുരിശിൽ വെച്ച് അതിനെ ക്യാൻസൽ ചെയ്തു. AD 70 ആകുമ്പോഴേക്കും പഴകിപ്പോയതും ജീർണിച്ചതുമായത് നീങ്ങിപ്പോകാൻ അടുത്തിരിക്കുന്നു. എബ്രായ ലേഖനം 8-ാം അധ്യായം 13-ാം വാക്യം എന്ത് എഴുതിയിരിക്കുന്നത്? നീങ്ങിപ്പോകാൻ അടുത്തിരിക്കുന്നു. ദാറ്റ് മീൻസ് പഴകിയ ഒരെണ്ണമുണ്ട്, അത് പൊളിഞ്ഞു പോകാൻ സമയമായിരിക്കുന്നു. ഇറ്റ്സ് അബോളിഷ്. ഹല്ലേലൂയ. ചോദ്യം, ശക്തി കൊടുക്കുന്ന ഇലക്ട്രിസിറ്റിയുടെ പവർ കൊടുക്കുന്ന സ്റ്റേഷൻ തട്ടി അടിച്ചുപോയി. പിന്നെ വയറിങ്ങിന് കാര്യമുണ്ടോ? ബൾബിന് കാര്യമുണ്ടോ? ബൾബ് അവിടെ ഇരിക്കും, കത്തത്തില്ല. വയറിങ്ങിൽ കറണ്ട് വരത്തില്ല. കാരണം എന്താ? സ്റ്റേഷൻ പോയി. ന്യായപ്രമാണത്തിന് നീക്കം വരുത്തി. ആമേൻ. ന്യായപ്രമാണത്തിന് നീക്കം വരുത്തിയപ്പോ പാപവും പോയി. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നത്, നിങ്ങൾ വീണ്ടും മനസ്സിൽ പറഞ്ഞു, നമ്മുടെ അകത്ത് എപ്പോഴും നമ്മുടെ ചിന്ത കൊണ്ടുവരാൻ, ഞാൻ പാപിയാണ്, ഞാൻ കുറ്റക്കാരൻ, ഈ ചിന്തയിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടണം. ആദ്യം മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. നമ്മുടെ മനസ്സിൽ എപ്പോഴും വരുന്നത് സിൻ എന്നതിന് വരാം. ആ നടുക്കുള്ള ഇല്ലേ, എവിടെങ്കിലും കൊണ്ടുപോയി ചൂടാക്കി വളയ്ക്കണം, റൗണ്ട് ആക്കണം. റൗണ്ട് ആക്കിയിട്ട് വേണം. സിൻ കോൺഷ്യസ് അല്ല, പിന്നെ എന്തൊരു കോൺഷ്യസാ? സൺ കോൺഷ്യസ്. ഐ എം എ സൺ ഓഫ് ഗോഡ്. പറയാൻ തന്നെ ചെറുക്ക് പേടി, ഞാനാണോ സൺ ഓഫ് ഗോഡ്? Praise the Lord. Jesus Christ, listen to this, is very important. How Jesus delivered from the body of sin. ഞാൻ ഒന്നുകൂടെ പറയാം. ഈ അപ്പോസ്തലനായ പൗലോസ്, നിങ്ങൾ ആ വാക്യം എടുത്തിട്ട് അതൊന്ന് വായിച്ചിട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിക്കും. റോമർക്കെഴുതിയ ലേഖനത്തിൽ ക്വിക്ക്. ഞാൻ ഇത്രയും പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്കതൊന്ന് പെട്ടെന്ന് ഗ്രഹിക്കാൻ പറ്റും. Romans chapter 7 verse, glory to God. 23-24 വാക്യങ്ങൾ ക്വിക്ക്. 7 verse 23 and 24. എങ്കിലും എന്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം ഞാൻ എന്റെ അവയവങ്ങളിൽ കാണുന്നു. അത് എന്റെ അവയവങ്ങളിലുള്ള പാപപ്രമാണത്തിന് എന്നെ ബദ്ധനാക്കി. പാപപ്രമാണം ഏത് പ്രമാണോ? ന്യായപ്രമാണോ? അരുത് ചെയ്യരുതെന്ന് പഠിപ്പിച്ചത് ആരാണ്? പ്രമാണോ. അപ്പൊ താൻ അവിടെ തന്നെ മാത്രം പറയല്ല. അവയവങ്ങൾ എന്ന് പറയുമ്പോൾ എന്തുവാ? നാം ഇപ്പൊ യേശുവിന്റെ ശരീരത്തിന്റെ അവയവങ്ങളല്ലേ. അപ്പൊ എന്തുവാ? The people those who are under the law, they are the members of the body. Okay, താൻ വായിച്ചു. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ come on. മരണത്തിന്, എല്ലാവരും കേൾക്കട്ടെ, വെരി വെരി ഇമ്പോർട്ടന്റ്. മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് ആറ് വിടുവിക്കും. ഏത് ശരീരത്തെ കുറിച്ചാ? ഈ ഒരു റെവലേഷൻ വരുന്നത് വരെ എന്റെ ചിന്ത, ഇറ്റ് ഈസ് ദ ബോഡി ഓഫ് പോളിന്റെ ശരീരമാണ്. അപ്പൊ ഞാൻ വിചാരിച്ചിട്ടുണ്ട്, ഇത്രയും വെളിപ്പാട് പ്രാപിച്ച് ദൈവത്തിന്റെ കൂടെ നടക്കുന്ന വിശുദ്ധനായ ഈ മനുഷ്യന് തന്നെ അരിഷ്ട മനുഷ്യനെ തോന്നുമെങ്കിൽ പിന്നെ നമ്മുടെ കാര്യം പറയാനുണ്ടോ? അല്ലേ? പൗലോസ് അപ്പോസ്തലൻ ഉദ്ദേശിച്ചത് ഒരിക്കലും തന്റെ ശരീരം, ഞാൻ എപ്പോഴും പറയാം, നിങ്ങളുടെ ശരീരം അശുദ്ധം അല്ല. അത് മനസ്സിലാക്കും. ഇന്ന് രാത്രി ഇവിടുന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ഈ റെവലേഷൻ പറഞ്ഞിട്ട്, എന്റെ ശരീരം, എന്റെ കണ്ണുകൾ, എന്റെ അവയവങ്ങൾ ഒന്നും അശുദ്ധമല്ല. ഇത് ദൈവം വസിക്കുന്ന മന്ദിരമാണ്. എന്റെ ശരീരത്തിന്റെ അവയവങ്ങൾ നീതിയുടെ അവയവങ്ങളാണ്. ഇത് പ്രാപിച്ചിട്ട് പോകണം. ഈ റെവലേഷൻ സ്വീകരിച്ചു പോകണം. ബൈബിളിൽ പറഞ്ഞേക്കുന്നത്, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ. അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്തോ? ഞാൻ അരിഷ്ടതയുള്ളവരാണ്. മരണകരമായ മരണത്തിന് അധീനമായ ഈ ശരീരത്തിൽ നിന്ന് ആരെന്നെ വിടുവിക്കാൻ. അർത്ഥം എന്താ? ഏത് ശരീരം? അരിഷ്ട മനുഷ്യനെ ഞാനിപ്പോ ഏത് ശരീരത്തിലാ? ന്യായപ്രമാണത്തിന്റെ ശരീരത്തിലാ, മോശയുടെ ശരീരത്തിലാ. നീങ്ങിപ്പോകാനിരിക്കുന്ന, മരിക്കാനിരിക്കുന്ന, പാപത്തിന്റെ അടിമയായിരിക്കുന്ന, പാപം വാഴുന്ന ശരീരത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. പോൾ പറയും, എന്നെ ആര് ഇവിടെ നിന്ന് വിടുവിക്കും? ഹല്ലേലൂയ. മരണത്തിന് അധീനമായ ശരീരം എന്ന് പറയാം. എപ്പോഴും ഈ ശരീരം എന്ന് കേൾക്കുമ്പോൾ, ഇറ്റ് ഇസ് നോട്ട് യുവർ ബോഡി, ഇറ്റ് ഇസ് നോട്ട് യുവർ ഫ്ലഷ്, ഇറ്റ്സ് അബൌട്ട് ദ കവനന്റ് ബോഡി, ഓൾഡ് കവനന്റ് ബോഡി, the body under the law, it was controlled by sin and death. പോൾ പറഞ്ഞു, എന്നെ ആര് ഇവിടെ നിന്ന് വിടുവിക്കും? അടുത്ത വാക്യം,
നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അടുത്തത്, ഇങ്ങനെ ഞാൻ തന്നെ ബുദ്ധി കൊണ്ട് ദൈവത്തിന്റെ പ്രമാണത്തെയും ജഡം കൊണ്ട് പാപത്തിന്റെ പ്രമാണത്തെയും സേവിക്കണം. രണ്ട് ബുദ്ധി. ഇവിടെ ട്രാൻസിഷൻ ടൈമാ. പുള്ളിക്ക് ബുദ്ധി ഉപയോഗിക്കണം. മനസ്സുകൊണ്ട് പറയാം, ഞാൻ ദൈവത്തിന്റെ മകനാ, കർത്താവ് എന്നെ രക്ഷിച്ചു. അതേസമയം ആ ട്രാൻസിഷൻ ടൈം ആയതുകൊണ്ട് ഇത് പൂർണ്ണമായി നീങ്ങുന്നത് വരെ ഈ അവസ്ഥയിലൂടെയാണ് ആര് കടന്നു പോകുന്നത്? പഴയ നിയമവിശ്വാസികൾ. പറയണം, ഓക്കെ, ഓൾഡ് കവനന്റ് പീപ്പിൾ ആർ സ്റ്റിൽ അണ്ടർ ദ സിൻ, പാപത്തിന്റെ കീഴില. ഇനി ഒറ്റ കാര്യം, ഒറ്റ പോയിന്റ് പറഞ്ഞ് നിർത്താൻ പോവാം. ജീസസ് ക്രൈസ്റ്റ് എപ്പോൾ ഈ ബോഡിയിൽ നിന്ന് പുറത്തു വന്നു? When Jesus Christ died on the cross, his death brought him out of that body. എന്നിപ്പോ പറഞ്ഞ ഓർത്തു വെക്കാനാ, ചിന്തിക്കാൻ. എവിടെ പുറത്താക്കി? യേശു ക്രിസ്തുവിന്റെ മരണത്തോടെ, അതായത് പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ട നിമിഷമല്ലേ പുറപ്പാട് ആരംഭിച്ചത്? കമോൺ, അല്ലേ? അങ്ങനെയാണ് യേശു ക്രിസ്തുവിന്റെ മരണത്താൽ ഓൾഡ് കവനന്റ് ബോഡിയിൽ നിന്ന് ന്യൂ കവനന്റ് ബോഡിയിലേക്കുള്ള എക്സഡസ് ആരംഭിച്ചു. പ്രൈസ് ദി ലോർഡ്. യേശു 3 ദിവസം പാതാളത്തിൽ പോയി. പാതാളത്തിൽ പഴയ വിശുദ്ധന്മാരുടെ കൂടെ പാതാളത്തിൽ, കുരിശിലെ കള്ളന്റെ കൂടെ പാതാളത്തിൽ, അബ്രഹാം, ഇസഹാക്ക്, യാക്കോബിന്റെ കൂടെ പാതാളത്തിൽ, ദാവീദിന്റെ കൂടെ പാതാളത്തിൽ. 3-ാമത്തെ നാളിൽ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ആദ്യമായിട്ട് ഉയർത്തെഴുന്നേറ്റു. അപ്പം പാതാളത്തിൽ എത്ര പേര് കിടപ്പുണ്ട്? ലക്ഷക്കണക്കിന് വിശുദ്ധന്മാർ കിടപ്പുണ്ട്. അതിനകത്ത് ആര് മാത്രം ഉയർത്തെഴുന്നേറ്റു? എല്ലാവരും നടക്കുന്ന ആദ്യ ഫലമായി ഉയർത്തെഴുന്നേറ്റു. ഈ ആദ്യ ഫലം എന്ന വാക്കിന്റെ അർത്ഥം അറിയാമോ? നമുക്ക് അതിന്റെ അർത്ഥം അറിയത്തില്ല. ആദ്യ ഫലം എന്ന് പറഞ്ഞെന്തോ? ജൂവിനോട് ചോദിച്ചാൽ പറയും. ഒരു വയലിങ്ങനെ വിളഞ്ഞ് നിൽക്കുക, യവത്തിന്റെയോ ഗോതമ്പിന്റെയോ വയൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഫ്രൂട്ട്സ് ആയിക്കോട്ടെ, മുന്തിരി ആയിക്കോട്ടെ. ഈ പുരോഹിതൻ ഇറങ്ങി വന്നിട്ട് ആദ്യമായി പുരോഹിതൻ ഇതിന്റെ വക്കിൽ നിന്ന്, കോണിൽ നിന്ന് അല്പം അകത്തോട്ട് വന്ന് ഒരു കറ്റ അറുത്തെടുക്കും. ആദ്യത്തെ കറ്റ അറുത്തിട്ട് പറയും, ദിസ് ഈസ് ദ ഫസ്റ്റ് ഫ്രൂട്ട്. ഫസ്റ്റ് ഫ്രൂട്ട്. ഈ ഫസ്റ്റ് ഫ്രൂട്ട് അറുത്തെടുക്കുമ്പോൾ ഫീൽഡിന് ഒരു ഗുഡ് ന്യൂസ് കൊടുക്കാൻ പോവാ. യുവർ ഹാർവസ്റ്റ് ഈസ് അറ്റ് ഹാൻഡ്. നിങ്ങളുടെ കൊയ്ത്ത് എത്രയും വേഗം സംഭവിക്കാൻ പോവുക. അപ്പൊ 3-ാമത്തെ നാളിൽ വിഷയാതമ്പുരാൻ പാതാളത്തിൽ നിന്ന് പരിശുദ്ധാത്മാവിനാൽ ഉയർത്തെഴുന്നേറ്റ് മുകളിലേക്ക് വരുമ്പോ കാത്തുനിന്ന വിശുദ്ധന്മാർക്ക് ദൈവം ഒരു ന്യൂസ് കൊടുത്തു. അവൻ ഉയർത്തെഴുന്നേറ്റെങ്കിൽ നിങ്ങളും ഉയർത്തെഴുന്നേക്കും. കാരണം അവൻ വിളഞ്ഞ വയലിലെ ആദ്യത്തെ ഫലമാണ്. Praise the Lord. Christ became the body of Christ. 3-ാമത്തെ നാളിൽ പുതിയ ബോഡി വന്നു. ഒരു നല്ല ഒരു നല്ല ആമേൻ പറ. മരണത്തോടെ ഈ ബോഡി ഔട്ടായി. മെസ്സേജ് മനസ്സിലാകുന്നു. മരണത്തോടെ ബോഡി ഔട്ടായി, ഉയർത്തെഴുന്നേൽപ്പിനോട് ഒരു പുതിയ ബോഡി കിട്ടി. ഇതല്ലേ യേശു പറഞ്ഞത്? ഈ മന്ദിരം പൊളിപ്പീൻ, 3 ദിവസം കൊണ്ട് ഞാൻ പണിയാം. ഈ ബോഡിയെ പൊളിച്ചുകളാ, 3 ദിവസം കൊണ്ട് ഞാൻ പണിയാം. ക്രിസ്തുവിന്റെ ബോഡി എപ്പോഴാ വന്നേ? ഉയർപ്പിൽ വന്നു. Glory to God. Glory to God. Jesus Christ, he quit from the old body by his death. And I am going to teach you another secret. നമ്മൾ അടുത്ത ദിവസം തന്നെ ചിന്തിക്കാൻ തുടങ്ങും. നിശ്ചയമായിട്ട് ദൈവം ഈ വചനത്താൽ നിങ്ങളെ ആശീർവദിക്കട്ടെ. ഒരു ചിന്ത മാത്രം വെക്കുക. We are not under the law. We are not under sin. We are not under death. മരണവും പാപവും ശാപവും എന്റെ യേശു നീക്കം വരുത്തി. ഹല്ലേലൂയ. നമുക്ക് ദൈവസന്നിധിയിൽ എഴുന്നേൽക്കാം, പ്രാർത്ഥിക്കാം.